സംപൂജ്യരായ എല്ലാ കുടുംബാംഗങ്ങൾക്കും നിറഞ്ഞ ഹൃദയത്തോടുകൂടി സന്ധ്യാവന്ദനം. എല്ലാവർക്കും എൻ്റെ സന്ധ്യാവന്ദനം. നമ്മുടെ ഭഗവത്ഗീതയുടെ 18-ാം അധ്യായത്തിൽ ശബരിമലയിലെ 18-ാമത്തെ പടിയിലെത്തി നിന്ന് തത്വമസി, അത് നീ തന്നെയാകുന്നു എന്ന് അയ്യപ്പനെ നോക്കി പറയുകയോ അല്ല അയ്യപ്പൻ നമ്മളെ നോക്കി പറയുകയോ ചെയ്താലും നമ്മൾ ആരാണ് എന്ന് മനസ്സിലാക്കാൻ ഭഗവത്ഗീത പ്രയോജനപ്പെടും. ഇടയ്ക്ക് വായിക്കണം. കഴിഞ്ഞ ദിവസം ഞാൻ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ഏറ്റവും മാതൃകയായ 3 എണ്ണം. 1 സ്വാമി വിവേകാനന്ദൻ, 2 ഭഗവാൻ കൃഷ്ണൻ, 3 ഭഗവത്ഗീത. ഒരു ഭാഗവതം 355 അധ്യായം പഠിക്കുക ബുദ്ധിമുട്ടാണ്. അതുപോലെ 1,25,000 ശ്ലോകം മഹാഭാരതം പഠിക്കൽ ബുദ്ധിമുട്ടാണ്. അതേ സമയത്ത് ഭഗവത്ഗീതയിലെ കുറേ കാര്യങ്ങൾ വലിയ 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 വ്യാഖ്യാനങ്ങളൊന്നും എടുക്കണ്ട. സാധാരണ ചെറിയ പുസ്തകമെടുത്ത് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിൽ മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ഒരു ഭാഗം ജീവിതത്തിലേക്ക് പകർത്തുക. കൃഷ്ണൻ ഞാൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് മുഴുവനും എൻ്റെ സന്ദേശം എന്നാക്കി അങ്ങനെ ഉൾക്കൊണ്ട് പഠിക്കുക. എന്നിലേക്ക് എന്നുള്ളത് കൊണ്ട് കൃഷ്ണൻ ഉദ്ദേശിച്ചത് മുഴുവനും എൻ്റെ സന്ദേശത്തിലേക്ക് എന്നുള്ളതാണ്. സാധാരണ അതാണല്ലോ. മഹാത്മാഗാന്ധി നിങ്ങൾ എന്നെ പിന്തുടരണം എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം അദ്ദേഹം എന്ന 78 കിലോ ഭാരമുള്ള ഒരു വ്യക്തിയെ പിന്തുടരണമെന്നല്ലല്ലോ. അദ്ദേഹത്തിൻ്റെ സന്ദേശം പിന്തുടരണമെന്നല്ലേ. അദ്ദേഹം ലോകം മുഴുവനും കൊടുത്തിരിക്കുന്ന സന്ദേശങ്ങൾ പിന്തുടരുന്നവർ ഇന്നുമുണ്ട്. അദ്ദേഹമില്ല. അതുതന്നെയാണ് ശ്രീകൃഷ്ണൻ. വിവേകാനന്ദൻ പറഞ്ഞതും ചെയ്തതും പ്ലസ് ശ്രീകൃഷ്ണൻ പറഞ്ഞതും ചെയ്തതും പ്ലസ് ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നതും നമ്മൾ ജീവിതത്തിൽ ചെയ്യേണ്ടതും. വിവേകാനന്ദൻ പറഞ്ഞതും ചെയ്തതും ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞതും ചെയ്തതും ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നതും നമ്മൾ ചെയ്യേണ്ടതും. ആ ചെയ്യേണ്ടതാണ് 6ാമത്തെ പോയിന്റ്. അത് നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ 18-ാമത്തെ അധ്യായത്തിൽ 41 ശരിക്കും വളരെ സിമ്പിളായിട്ടുള്ള അർത്ഥം എടുത്താൽ മതി. അഗാധ തലത്തിലുള്ള അർത്ഥത്തിലേക്ക് പോവണ്ട. ധാരാളം വ്യക്തികൾ ഭഗവത്ഗീത വ്യാഖ്യാനിച്ച് എനിക്ക് അയച്ചു തരാറുണ്ട്. ഞാനത് എന്ത് ചെയ്യാനാ, ഞാൻ എൻ്റേതായിട്ടുള്ള സയൻസ്, ലോജിക്കൽ, റാഷണലായിട്ടാണ് പറഞ്ഞു തരിക. ഒരുപക്ഷെ കൃഷ്ണൻ തന്നെ വിചാരിക്കാത്ത രീതിയിലുള്ള വ്യാഖ്യാനങ്ങളാണ് പലരും എഴുതുന്നത് എന്നെനിക്ക് തോന്നാറുണ്ട്. ഒരുപക്ഷെ എൻ്റെ അഹങ്കാരമോ അഹംഭാവമോ അറിവില്ലായ്മയോ എന്തായിട്ട് അതിനെ പരിണമിച്ചാലും നമുക്ക് വേണ്ടത് ഭഗവാൻ കൃഷ്ണൻ തന്നെ പറയുന്നു, കുറച്ച് വെള്ളം കുടിക്കേണ്ട വ്യക്തിക്ക് ഈ ഒരു വലിയ ടാങ്ക് നിറച്ച് വെള്ളം കൊടുത്തുകൊണ്ട് എന്ത് പ്രയോജനം? കുറച്ച് വെള്ളം ഭഗവത്ഗീതയിൽ തന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വരിയാണ്. അതായത് നമുക്ക് വേണ്ടത് 2 ഗ്ലാസ് വെള്ളമാണ്. ഒരു ടാങ്കിൽ തന്നെ അതെങ്ങനെ ഓവർഫ്ലോ ചെയ്യുന്ന രീതിയിൽ ആ വെള്ളം എടുത്തോ എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അതുകൊണ്ട് നമ്മൾ യഥാർത്ഥത്തിൽ കുറേശ്ശെ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താം. അത് കൃഷ്ണൻ പറഞ്ഞിട്ട് സ്വല്പം അപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോഭയാത്. അല്പമെങ്കിലും ധാർമ്മിക ബോധം ഉണ്ടാവാം. ഭഗവത്ഗീത പഠിക്കാവനും പഠിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് കൃഷ്ണനോട് തന്നെ ചോദിച്ചപ്പോൾ ഒരു വരിയിലാണ് ഉത്തരം പറഞ്ഞത്. 2 പേരും ഒരേ കാര്യങ്ങൾ ചെയ്യുന്നു. ഭഗവത്ഗീത പഠിക്കാത്ത ആള് ബന്ധനത്തോടുകൂടി ചെയ്യുന്നു, മറ്റേ ആള് ബന്ധനമില്ലാതെ ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ. ഒരേ കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ഓർമ്മിക്കാനുള്ളത് വളരെ ക്ലിയർ ആയിട്ടാണ്. 2 ഗ്ലാസ് വെള്ളം ചോദിച്ചപ്പോഴത്തേക്കും ഒരു ടാങ്ക് ഓവർഫ്ലോ ചെയ്യുന്ന വിധത്തിൽ നമുക്കുള്ള വ്യാഖ്യാനങ്ങൾ തരേണ്ട കാര്യമില്ല.
അത് പഠിക്കേണ്ട എന്നല്ല, അതിൻ്റെ ആവശ്യമില്ല എന്നറിഞ്ഞുകൊണ്ട് പഠിക്കാം. നമ്മൾ 41 ബ്രാഹ്മണ ക്ഷത്രിയ വിശാം വൈശ്യാം ശൂദ്രാണാം ച പരന്തമ. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ. ഇത് ശരിക്കും അംബേദ്കറാണ് ഏറ്റവും അധികമായിട്ട് തെറ്റിദ്ധരിച്ചിരിക്കുന്ന വ്യക്തി. വേദത്തിലും ഭഗവത്ഗീതയിലും മനുഷ്യനെ ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്രനായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. അംബേദ്കർക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം അതാണ്. അതിൻ്റെ ചുവട്ടിൽ പറഞ്ഞിരിക്കുന്ന അദ്ദേഹം ശ്രദ്ധിച്ചില്ല. കർമാണി, ജന്മാനി അല്ലല്ലോ, ജന്മാനി അല്ല, കർമാണി പ്രവിഭക്താനി. നമുക്ക് മനസ്സിലാക്കാനുള്ള അർത്ഥമല്ലോ. പ്രവിഭക്താനി, കർമ്മങ്ങളെ ക്ലാസിഫൈ ചെയ്തിരിക്കുകയാണ്, മനുഷ്യനെ അല്ല ക്ലാസിഫൈ ചെയ്തിരിക്കുന്നേ. കർമാണി പ്രവിഭക്താനി സ്വഭാവ പ്രഭവൈർഗുണൈഹി. ഈ കർമാണി പ്രവിഭക്താനി, കർമാണി കർമ്മങ്ങളുടെ ക്ലാസിഫിക്കേഷൻ. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? കർമ്മങ്ങളുടെ സ്വഭാവ പ്രഭവൈർ ഗുണൈഹി. സ്വഭാവ പ്രഭവൈഹി ഗുണൈഹി കർമാണി. ആ കർമ്മത്തിൻ്റെ ഗുണദോഷങ്ങൾ, അതിൻ്റെ മെറിറ്റോറിയസ് ആയിട്ടുള്ളതും സാധാരണയായിട്ടുള്ളതും പലതും പല രീതിയിലാണ്. അതുകൊണ്ട് കർമാണി പ്രവിഭക്താനി എന്ന് പറഞ്ഞ മനുഷ്യനെ അല്ല ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്രനായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇന്ന ഇന്ന കർമ്മം ചെയ്യുന്നവളുടെ പേരാണ് അത്. നിർഭാഗ്യവശാൽ അംബേദ്കർ ഒരു തരത്തിൽ ഭയങ്കര അഹങ്കാരിയുമായിരുന്നു. ആരും പറയുന്നത് കേൾക്കില്ല. അതിനേക്കാൾ അഹങ്കാരിയായിരുന്നു നെഹ്റു. ഇവരെ രണ്ടുപേരെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ആളായിരുന്നു മഹാത്മാഗാന്ധി. അപ്പോൾ പിന്നെ എന്താ ചെയ്യുക? അതുകൊണ്ട് അദ്ദേഹം ഹിന്ദുക്കളോടൊക്കെ പറഞ്ഞു, നിങ്ങൾ അവകളെ അഭിമുഖീകരിക്കുന്നുണ്ടെങ്കിൽ ബുദ്ധമതത്തിലേക്ക് പോവുക. അവർ കുറേ പേര് ബുദ്ധമതത്തിലേക്ക് പോകാനുള്ള കാരണം അത് തന്നെയാണ്. മനസ്സിലാക്കാതെ പറയുന്ന കാര്യങ്ങളാണ്. അടുത്തത് ശമം എന്ന് പറഞ്ഞ ചിത്തശുദ്ധി, മനസ്സ് ക്ലീനാക്കുക, ക്ലീനായിട്ടുള്ള മനസ്സ്. ദമഹ, അവനവൻ്റെ ഇന്ദ്രിയ ആത്മസംയമനം, ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവ്. തപഹ, തപസ്, ശൗചം, ക്ലീൻലിനെസ്, ക്ഷാന്തി, ക്ഷമ, ആർജവം എന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സത്യസന്ധത അല്ലെങ്കിൽ ഉത്സാഹം. രണ്ട് വാക്കുകൾ പല സ്ഥലത്ത് ഉപയോഗിക്കുന്നുണ്ട്. ഉത്സാഹം ഉണ്ടായിരിക്കുക, സത്യസന്ധത ഉണ്ടാക്കുക, ജ്ഞാനം, വിജ്ഞാനം, ആത്മീയമായിട്ടുള്ള അറിവ്, ശാസ്ത്രീയമായിട്ടുള്ള ധാർമ്മികമായിട്ടുള്ള അറിവ്, ആസ്തിക്യം, ഈശ്വര ചൈതന്യത്തോടുള്ള വിധേയത്വം, ആസ്തിക സമാജം, ബ്രഹ്മകർമ്മ സ്വഭാവജം. ആ ബ്രഹ്മകർമ്മമാണത്. അങ്ങനെ ബ്രഹ്മകർമ്മം, ഈ സ്വഭാവം ഉള്ള വ്യക്തികളെയാണ് ബ്രാഹ്മണൻ എന്ന് പറയുക. ഈ സ്വഭാവം ഉള്ള വ്യക്തികളെയാണ് ബ്രാഹ്മണൻ എന്ന് പറയുക. ഇന്ന് ഒരാൾ ചോദിക്കുകയുണ്ടായി, യോഹന്നാന്റെ 6000 കോടി രൂപ അത് മാത്രം ഇൻകം ടാക്സ് റെയ്ഡ് ചെയ്താൽ മതിയോ? അതാ മൃതാനന്ദമയുടെയും സായിബാബയുടെയും റെയ്ഡ് ചെയ്യണ്ടേ? കാനഡയിലും അമേരിക്കയിലും ഒക്കെ ഈ യോഹന്നാന് പൈസ കൊടുത്തിരിക്കുന്നവർ അവിടുത്തെ ഗവൺമെന്റിനും കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ട്, ഇവിടുത്തെ ഗവൺമെന്റിനും കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ലോകത്തിൽ ആർക്ക് പൈസ കൊടുക്കുകയാണെങ്കിലും അവരെങ്ങനെ ഉപയോഗിക്കുന്നു എന്നറിഞ്ഞതിന് ശേഷമേ കൊടുക്കാവൂ. കൊടുക്കുന്നതിന് മുമ്പ് അവർ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാതെ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ പരിണതഫലം അനുഭവിക്കേണ്ടി വരുന്നത് അവനവൻ തന്നെയാണ്. ശരിക്കും തിങ്കിങ്, സ്റ്റാർട്ടിങ്, ഡൂയിങ്, കംപ്ലീറ്റിംഗ്, ഇവാലുവേറ്റിംഗ്, നല്ലോണം ചിന്തിച്ചിട്ട് എന്ത് ചെയ്യാവും. ആർക്ക് പൈസ കൊടുക്കുകയാണെങ്കിലും തിങ്കിങ്, പിന്നെ സ്റ്റാർട്ടിങ്, പിന്നെ ആക്ഷൻ എടുക്കാവും, പിന്നെ ആക്ഷൻ എടുക്കുക, കംപ്ലീറ്റ് ചെയ്യുക, എന്നിട്ടൊന്ന് ഇവാലുവേറ്റ് ചെയ്യുക. ഇതൊന്നും ചെയ്യാതെ കോടാന കോടികൾ കൊടുത്തിട്ട് 17,000 ഏക്കർ സ്ഥലമാണ് മേടിച്ചു വെച്ചിരിക്കുന്നത്. അത് ആര് സമൂഹത്തിന് പ്രയോജനപ്പെടാതെ ആത്മീയ കച്ചവടം നടത്തിയിട്ട് ആര് ചെയ്താലും അന്വേഷണത്തിന് വിധേയമാകണം. പക്ഷേ കറക്റ്റായിട്ട് അക്കൗണ്ടന്റ് ആണോ എന്ന് നോക്കിയിട്ട് വേണം അന്വേഷണത്തിന് വിധേയമാകാൻ എന്ന് അട്ടഹസിച്ച് മുദ്രാവാക്യം വിളിക്കാൻ. അവിടെയാണ് എന്തിനും എത്ര കോടികൾ വേണമെങ്കിലും ശേഖരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ത്രൂ പ്രോപ്പർ വേ ആണോ, ധാർമ്മികമായിട്ടാണോ ജീവിക്കുന്നത്, ധാർമ്മികമായിട്ടാണോ അർത്ഥം സമ്പാദിക്കുന്നത്, ധാർമ്മികമായിട്ടാണോ പ്രവൃത്തികൾ ചെയ്യുന്നത് എന്നുള്ളത് ചിന്തിക്കണം. ധർമ്മ, അർത്ഥ, കാമം ധാർമ്മികമായിട്ടാണോ? അത് എല്ലാവർക്കും ആപ്ലിക്കബിളാണ്. ഒരാൾക്ക് മാത്രമല്ല, എല്ലാവർക്കും ആപ്ലിക്കബിളാണ്. ആ രീതിയിൽ ശമഹ, യഥാർത്ഥത്തിൽ ചിത്തശുദ്ധി ഉണ്ടാവുക, ദമഹ, ഇന്ദ്രിയ നിഗ്രഹം ഉണ്ടാവുക, തപസ് ചെയ്യാൻ, ശൗചം, ക്ലീൻലിനെസ്, ക്ഷമ, അതുപോലെ തന്നെ സത്യസന്ധത, ആർജവം, ഉത്സാഹം, ജ്ഞാനം, വിജ്ഞാനം, ആസ്തിക്യം. ഇതാണ് ബ്രഹ്മകർമ്മജം. ഏത് അച്ഛനമ്മമാർക്ക് ജനിച്ചു, ഏത് രാജ്യത്തിൽ ജനിച്ചു, ഏത് ജാതിയിൽ ജനിച്ചു, ഏത് വിഭാഗത്തിൽ ജനിച്ചു എന്നുള്ളത് ഇവിടെ പ്രശ്നമേ അല്ലല്ലോ. ജന്മത്തെക്കുറിച്ച് പറയുന്നില്ലല്ലോ ഇവിടെ.
കർമ്മത്തെക്കുറിച്ചല്ലേ പറഞ്ഞിരിക്കുന്നത്? ബ്രഹ്മകർമ്മ. ബ്രഹ്മകർമ്മ എന്ന വാക്ക് നോക്കുക, എന്തൊക്കെയാണ് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ ഇത് തിരുത്താനോട്ട് ശ്രമിച്ചുമില്ല. ആരൊക്കെയോ വിളിച്ചു പോകുമ്പോൾ നമ്മൾ അതൊക്കെയാണ് ശരിയെന്ന് പറഞ്ഞ് വിശ്വസിക്കുന്നു. ശൗര്യം തേജസ്, അർത്ഥം അറിയാലോ. ശൗര്യം തേജ, ധൃതിർ, ധൃതി ദൃഢനിശ്ചയം, ധൃതിർ ദാക്ഷ്യം, യുദ്ധേച്ച അപി അപലായനം, ദാനം ഈശ്വരഭാവശ്ച, ക്ഷാത്രം കർമ്മ സ്വഭാവജം. ക്ഷാത്രം കർമ്മ, ക്ഷാത്രം ജന്മസ്വഭാവജം എന്നല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ വാക്കുകളൊക്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. കൃഷി, ഗോരക്ഷ, വാണിജ്യം, വൈശ്യകർമ്മ സ്വഭാവജം. വൈശ്യകർമ്മ അംബേദ്കറോട് പറഞ്ഞു കൊടുക്കാൻ ആരെങ്കിലും ഒന്നും ഉണ്ടായിരുന്നെങ്കിൽ അങ്ങേർക്ക് ഈ അബദ്ധങ്ങളൊന്നും പറ്റുമായിരുന്നില്ല. ഭാരതത്തിന്റെ പൈതൃകത്തിലും ഭാരതത്തിന്റെ സംസ്കാരത്തിലും ഊന്നിയല്ല ഭാരത ഭരണഘടന ഉണ്ടാക്കിയത്. പിന്നെ ആ ഭരണഘടന ഉണ്ടാക്കിയിട്ട് നെഹ്റുവും ഇന്ദിരാഗാന്ധിയും അതുപോലെ രാജീവ് ഗാന്ധിയും അതിനകത്ത് കുത്തി തിരിച്ചിരിക്കുന്ന പലതും മതേതരത്വം എന്ന വാക്ക് ഭാരതത്തിന്റെ ഭരണഘടനയിലില്ല. ശരിക്കും മുസ്ലിം രക്തമുള്ള ഇന്ദിരാഗാന്ധിയാണ് ഈ മതേതരത്വം എന്ന് പറഞ്ഞ ഹീനമായിട്ടുള്ളൊരു വാക്ക്, പാശ്ചാത്യമായിട്ടുള്ള ഒരു വാക്ക് ഇവിടെ ചേർത്തത്. ഇവിടെ അന്നും ഇന്നും എന്നും ഏത് മതങ്ങളെയും സ്വീകരിച്ച് ആരാധിച്ച അതിഥി ദേവോ ഭവ എന്ന് പറഞ്ഞിരിക്കുന്നത് രാജ്യമാണിത്. ഈ നാടിന്റെ മൊത്തം സംസ്കാരത്തെ തകർക്കാൻ ഗസ്നി മുതൽക്ക് ഈ ഔറംഗസീബ് വരെയുള്ള മുസ്ലിങ്ങൾ രാപ്പകല് ശ്രമിച്ചിട്ട്, ഞാൻ മുസ്ലിം എന്ന് പറയുമ്പോൾ ഇതിനകത്ത് തെറി പറയുന്നവരുണ്ട്. കാരണം അവർ തെറി പറഞ്ഞാലും ഞാൻ എൻ്റെ കാര്യങ്ങൾ പറയും. കാരണം 3000-4000 ഹിന്ദുക്കളെ മനസ്സിലാക്കിപ്പിക്കാൻ ഒരു 1-2-3 മുസ്ലിം തെറി പറഞ്ഞാലും വിരോധമില്ല. അത് അവന് മദ്രസയിലും അവനവൻ്റെ വീട്ടിലും പഠിക്കുന്നതാണ്. ആചാര്യൻ മുതൽക്ക് തന്നെ തെറിയിലാണ് വളർന്നിരിക്കുന്നതെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ചില വിഭാഗത്തിൽ, ചില കുടുംബത്തിലും, ചില സമൂഹത്തിലും, ചില സമുദായത്തിലും ഒക്കെ പെട്ടവര്. പക്ഷെ അവർ തെറി പറയുമെന്നറിഞ്ഞ് ഞാൻ ചിലത് പറയാണ്ടിരുന്നാൽ നമുക്കത് മനസ്സിലാക്കാൻ, പഠിക്കാനും പഠിപ്പിക്കാനും സാധിക്കില്ല. അതുകൊണ്ട് എന്ത് നെഗറ്റീവ് ഉണ്ടെങ്കിലും പറയാനുള്ളത് വ്യക്തമായിട്ട് പറയുമെന്നുള്ളത് ഉറപ്പാണ്. അതൊന്നും നമ്മളെ തളർത്തുകയോ തകർക്കുകയോ ഒന്നും ചെയ്യില്ല. അങ്ങനെ ഈ ഗോപാലകൃഷ്ണനെ ചീത്ത പറയുന്നത് കേൾക്കുമ്പോൾ വിഷമം തോന്നുന്നു. നിങ്ങൾക്ക് ഒരു വിഷമം തോന്നേണ്ട കാര്യമില്ല. കാരണം പറയാനുള്ളത് പറയുമ്പോഴത്തേക്കും സഹിക്കാത്ത കുറേ വ്യക്തികൾ കുരയ്ക്കും. അത് പട്ടികൾ കുരയ്ക്കും, സ്വാഭാവികമാണ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ അടുത്ത വാക്ക് നോക്കിക്കോളാം. കൃഷി, ഗോരക്ഷ, വാണിജ്യം, വൈശ്യ കർമ്മ. കർമ്മ സ്വഭാവജം. അപ്പൊ ഈ കർമ്മത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവനെയാണ് വൈശ്യൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പരിചര്യാത്മകം കർമ്മ. ആ പരിചര്യാത്മകം കർമ്മ എന്ന് പറഞ്ഞാൽ എന്താ? മാതാ മൃതാനന്ദമയി ഞാൻ ഒരിക്കൽ പറയേണ്ടത് 37 ബ്രഹ്മസ്ഥാന പ്രതിഷ്ഠകൾ നടത്തി. വേറൊരാൾ തിരുത്തി 23 നടത്തിയുള്ളൂ എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് കൃത്യം നമ്പർ അറിയാമെങ്കിൽ എഴുതി ചേർക്കാം. 37 എന്നാണ് ഞാൻ വിചാരിച്ചത്. വേറൊരാൾ തിരുത്തിയപ്പോൾ 23. ഇനി എത്രയാണ് കറക്റ്റ് എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ആ അമ്മ പ്രതിഷ്ഠ, ബ്രഹ്മസ്ഥാന പ്രതിഷ്ഠ നടത്തിയപ്പോൾ 12 തന്ത്രിമാര് അസിസ്റ്റന്റ്, പരികർമ്മ, പരിചര്യാത്മകം, പരിചര്യാത്മകം, അത് മനസ്സിലായി, പരിചാരനായിട്ട് ചെയ്തത് 12 നമ്പൂതിരിമാരാണ്. വേദം പഠിച്ച നമ്പൂതിരിമാരാണ് മാതാമൃതാനന്ദമയി. അറിയാലോ, ഇന്ന് വലിയ ഒരു ഉജ്ജ്വലമായിട്ടുള്ളൊരു നേട്ടം ഉണ്ടായിട്ടുണ്ട്. ഞാൻ നാളെ അത് പറയാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുക. അമ്മയുടെ യൂണിവേഴ്സിറ്റിയിൽ പ്രവർത്തിക്കുന്ന 4 ശാസ്ത്രജ്ഞന്മാര് വേൾഡ് റെക്കോർഡ് ശാസ്ത്രജ്ഞന്മാരായിട്ട് അറിയപ്പെടുന്നു. അമേരിക്കൻ യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുത്തിട്ടുണ്ട്. അവരുടെ പേരൊക്കെ ഞാൻ നാളെ വായിക്കാം, ഇന്നതല്ലല്ലോ വിഷയം. എനിക്ക് ഷോക്കായി. 4ാം ക്ലാസ്സിൽ പഠിച്ച മാതാ അമൃതാനന്ദമയിയുടെ യൂണിവേഴ്സിറ്റിയിൽ അതിലെ 4 ശാസ്ത്രജ്ഞന്മാര്, ലോകോത്തര ശാസ്ത്രജ്ഞന്മാര്, 100 പേരെ തിരഞ്ഞെടുത്തതിൽ 4 പേര് അതിൽ പെട്ടിരിക്കുന്നു. എന്തൊരു അഭിമാനത്തിനാണ് അഭിമാനിക്കാനുള്ളത്. ആ അമ്മ പ്രതിഷ്ഠിച്ച ബ്രഹ്മസ്ഥാനത്തിന് പരിചര്യ കർമ്മം ചെയ്തത് നമ്പൂതിരിമാരാണ്. അപ്പൊ അവിടെ ആരാ നമ്പൂതിരിമാരുടെ ബിഹേവിയർ? ശൂദ്രകർമ്മമാണ്. പക്ഷെ ഇവിടെ ആത്മീയതയാണ്. അപ്പൊ അവിടെ ശൂദ്രനോ ഇതൊന്നും അവിടെ ഇല്ല. നമ്മളെ അവഹേളിക്കാനും നമ്മളെ തകർക്കാനും വേണ്ടിയിട്ട് നമ്മളെ എന്തൊക്കെയാ ഉപയോഗിക്കുന്നത്? അതൊക്കെ ഹിന്ദുക്കളിലൂടെ തന്നെ, കമ്മ്യൂണിസ്റ്റുകാരായ ഹിന്ദുക്കളിലൂടെ തന്നെ നമ്മളെ അവഹേളിക്കാനാണ് ചെയ്തത്. മുസ്ലിങ്ങളല്ല അവഹേളിക്കുന്നത്, ക്രിസ്ത്യാനികളും അല്ല അവഹേളിക്കുന്നത്. ഇവരെ സ്ക്രൂ ചെയ്യും, ചിലപ്പോൾ അവരും പറയും. പക്ഷെ ഹിന്ദുക്കളായ, കമ്മ്യൂണിസ്റ്റുകാരായ, നിരീശ്വരവാദികളായ, യുക്തിവാദികളായ ഇതൊന്നുമില്ല. കമ്മ്യൂണിസോ ഇവിടെ ഇല്ല, നിരീശ്വരവാദം ഇവിടെ ഇല്ല, യുക്തിവാദവും ഇല്ല. യുക്തിവാദ രോഗം അത് മാത്രമേ ഉള്ളൂ. അവരെ കൊണ്ടാണ് ഹിന്ദുവിനെ കൊണ്ട് തല്ലിക്കുക. അങ്ങനെയാണ് നമ്മൾ. ഇപ്പൊ പിന്നെ കുറെ അധികം നിന്നു. തിരിച്ച് പച്ചയ്ക്ക് പറയാൻ കപ്പാസിറ്റി ഉള്ള ഹിന്ദുക്കള്, സ്ത്രീകളും പുരുഷന്മാരും വന്നപ്പോഴത്തേക്കും പച്ച തെറി ഉൾപ്പെടെ പറയാൻ കപ്പാസിറ്റി ഉള്ളവർ വന്നപ്പോഴത്തേക്കും
കുറെ അധികം നെകളിപ്പ് നിന്നു. അപ്പൊ നമ്മൾ ഇവിടെ നോക്കാം, പരിചര്യാത്മകം കർമ്മ, കർമ്മ ജന്മ അല്ല, ശൂദ്രസ്യാപി സ്വഭാവജം. അതാണ് സൊസൈറ്റിയുടെ ബേസ്. ഇത് അംഗീകരിക്കണമെന്ന് നിർബന്ധമില്ല, പക്ഷെ മനസ്സിലാക്കിയാലും അറിഞ്ഞാലും അറ്റ്ലീസ്റ്റ് നോളജ് കിട്ടിയില്ലെങ്കിലും വിരോധമില്ല, ഇൻഫർമേഷൻ എങ്കിലും ശേഖരിച്ചൂടെ. അടുത്തത് യതഃ പ്രവൃത്തിർഭൂതാനാം യേന സർവമിദം ദദം സ്വകർമ്മണാദം അഭ്യർച്ച സിദ്ധിം വിന്ദതി മാനവഃ. 46 പറഞ്ഞില്ല തോന്നുന്നു അല്ലെ, 45 സ്വേ സ്വേ കർമ്മണി അഭിരതഃ സംസിദ്ധിം ലഭതേ നരഃ. അവനവന്റെ കർമ്മത്തിലാണ് അഭിരത, അത് ശരിക്കും ആനന്ദത്തോടു കൂടി ചെയ്യുക. ഞാൻ ഇന്ന് കുറച്ച് മുമ്പ് ഇതൊന്ന് വായിച്ചു നോക്കിയപ്പോൾ അവനവന്റെ കർമ്മത്തില് നല്ല ആത്മാഭിമാനത്തോടു കൂടി പ്രവർത്തിച്ച് സംസിദ്ധിം ലഭതേ നരഹ, ഒരു സിദ്ധനായി തീരുന്നു. അതിന് ഞാൻ ആരെയാ ഉദാഹരണം പറയേണ്ടത് എന്ന് ഞാനിങ്ങനെ വിചാരിക്കായിരുന്നു. പെട്ടെന്നാണ് എനിക്ക് ഓർമ്മ വന്നത്. ശരിക്കും ഞാൻ പാലാരിവട്ടത്തിൽ കൂടെ കടന്നു പോയപ്പോഴത്തേക്കും 2 സൈഡിലും ആ ബ്രിഡ്ജ്, പാലാരിവട്ടം ബ്രിഡ്ജ് പൊളിക്കുകയാണ്. അത് പുതിയതായിട്ട് ഉണ്ടാക്കിയ കാലത്തും പൊളിക്കുന്ന സമയത്തും ഇനി ഉണ്ടാക്കാൻ പോകുന്ന സമയത്തും പൊളിക്കലും ഉണ്ടാക്കലും ഒരുമിച്ച് നടക്കുകയാണ്. ഇപ്പോൾ 2 സൈഡിലും ഒരു ട്രാഫിക് ജാം ഇല്ല. ഞങ്ങൾ അങ്ങോട്ട് പോയത് ഞായറാഴ്ച, ഇങ്ങോട്ട് വന്നത് ചൊവ്വാഴ്ച. ഈ കഴിഞ്ഞ ഞായർ, ഈ കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് തിരിച്ചു വന്നത്. ഒരു തിരക്കും ഇല്ല അവിടെ ഉള്ള വർക്കേഴ്സിന് എല്ലാവർക്കും ഭഗവത്ഗീത മെട്രോ മാൻ ശ്രീധരൻ കൊടുക്കും. ആ ഭഗവത്ഗീത പഠിച്ചിട്ട് അവർ വരുന്നത് അത്രയും. അതിൽ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് എല്ലാവരും ഉണ്ട്. ഓരോരുത്തരും ഓരോ കാര്യമല്ല, തുടക്കം മുതൽക്ക് അവസാനം വരെ. ഇപ്പൊ കരിങ്കല്ല് പ്രൊക്യൂർ ചെയ്യുകയാണെങ്കിൽ അതിന്റെ കൊട്ടേഷൻ വിളിച്ച് അതിനെ ആക്സെപ്റ്റ് ചെയ്തിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ക്വാളിറ്റി നോക്കിയിട്ട് അതിനെ അൺലോഡ് ചെയ്തിട്ട് അതിനെ സിമെന്റ് ആക്കിയിട്ട് സിമെന്റ് കൂടി മിക്സ് ചെയ്തിട്ട് ഗ്രൗട്ടും കോൺക്രീറ്റിന്റെയും ക്വാളിറ്റി നോക്കുന്നത് കരിങ്കല്ലുമായിട്ട് ബന്ധപ്പെട്ട ആളാണ്. സിമെന്റുമായിട്ട് ബന്ധപ്പെട്ട വേറെ ആളുണ്ട്, അക്കൗണ്ട് സിസ്റ്റം കൈകാര്യം ചെയ്യുന്ന ആളുണ്ട്, TDS പിടിക്കുന്ന ആളുണ്ട്, അക്കൗണ്ട് മെയിൻ്റെനൻസ് ചെയ്യുന്ന ആളുണ്ട്. എല്ലാത്തിനും അവര് സ്വേ സ്വേ കർമ്മണി അഭിരത. അതാണ് എനിക്ക് എക്സാമ്പിൾ ആയിട്ട് കിട്ടിയത്. അവരവരുടെ കർമ്മത്തിൽ അവരവർ എൻജോയ് ചെയ്യുന്നു. മെട്രോമാൻ ശ്രീധരനെ വിട്ടുപോകാൻ അവർ തയ്യാറില്ല. പുതിയ ആൾക്കാർ ചേരുകയാണെങ്കിൽ അവർക്ക് ഭഗവത്ഗീത കൊടുത്തിട്ടാണ് അവർ ചേർക്കുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, മെട്രോമാൻ ശ്രീധരന്റെ കൂട്ടത്തിൽ വർക്ക് ചെയ്താൽ 10 പൈസ കൈക്കൂലി കിട്ടില്ല, അതുറപ്പാണ്. ബാക്കി ഞാനൊന്നും പറയണില്ല. 10 പൈസ കൈക്കൂലിയും കിട്ടില്ല, വേറെ റെക്കമെൻഡേഷനും ഉണ്ടാവില്ല, വേറെ പ്രൊമോഷനില്ല. പക്ഷേ സ്വേ സ്വേ കർമ്മണി അഭിരത, അവരതിൽ സന്തോഷിക്കുന്നുണ്ടാവും. മനുഷ്യന് സന്തോഷം അതിനേക്കാളും വലുത് എന്താ വേണ്ട? സ്വേ സ്വേ കർമ്മണി അഭിരത സംസിദ്ധിം ലഭതേ നരഹ. ഒരു കാര്യം ഉറപ്പ്, അദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ വർക്ക് ചെയ്ത വ്യക്തികൾക്ക് അദ്ദേഹം സർട്ടിഫിക്കറ്റ് കൊടുത്താൽ ആ സർട്ടിഫിക്കറ്റിന് ഇപ്പൊ കേരളം ഭരിക്കുന്ന ഡാഷുകൾ ആര് സർട്ടിഫിക്കറ്റ് കൊടുത്താലും ആ സർട്ടിഫിക്കറ്റിനേക്കാൾ ഒരു 100 ഇരട്ടി വിലയുണ്ടാവും, അത് ഉറപ്പാണ്. മെട്രോമാൻ ശ്രീധരന്റെ കൂട്ടത്തിൽ വർക്ക് ചെയ്ത എഞ്ചിനീയർ ആണെന്ന് പറഞ്ഞൊരു സർട്ടിഫിക്കറ്റ് കൊണ്ട് ലോകത്തിലെ ഏത് സ്ഥലത്ത് പോയാലും തീർച്ചയായിട്ടും അവർ ആക്സെപ്റ്റ് ചെയ്യാതിരിക്കില്ല. അതാണ് സർട്ടിഫിക്കറ്റിന്റെ വില. മറ്റുള്ളവരുടെ സർട്ടിഫിക്കറ്റ് കത്തിച്ചാൽ ചാരം കിട്ടുന്നല്ലാണ്ട് ഒരു പ്രയോജനം ഇല്ല. സ്വകർമ്മ നിരത സിദ്ധിം, അവനവന്റെ കർമ്മം ഡെഡിക്കേഷൻ, ഡിവോഷൻ ആൻഡ് സിൻസിയറിറ്റിയോടുകൂടി ചെയ്യുക. അപ്പോൾ സ്വകർമ്മ നിരത സിദ്ധിം യഥാ വിന്ദതി തച്ചൃണു. അങ്ങനെ അവനവന്റെ കർമ്മം ഫുള്ളായിട്ട് ചെയ്തിട്ട് എങ്ങനെയാണ് സിദ്ധനായി തീരുക, സിദ്ധി ഉണ്ടാവുക എന്നുള്ളതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തരാം. അർജുന, യതഃ പ്രവൃത്തിർഭൂതാനാം യേന സർവമിദം തതം. പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്താ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇതിൽ പറഞ്ഞു, യതഃ പ്രവൃത്തിം ഭൂതാനാം യേന സർവമിദം തതം സ്വകർമ്മണാതം അഭ്യർച്ച സിദ്ധിം വിന്ദതി മാം. അഹം ബ്രഹ്മാസ്മി, ഐ ആം ദ മാനിഫെസ്റ്റേഷൻ ആൻഡ് മാനിപ്പുലേഷൻ ഓഫ് ദ ഡിവൈൻ പവർ. ഞാൻ ഈശ്വര ചൈതന്യത്തിന്റെ പ്രതിഫലനമാണ്. തദ് ബ്രഹ്മാത്വമസി, നീയും ഈശ്വര ചൈതന്യത്തിന്റെ പ്രതിഫലനമാണ്. അതുകൊണ്ട് സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവതീതമസ്തു. നീയും ഞാനും 2 ശരീരമാണെങ്കിലും ഒരേ പരമാത്മ ചൈതന്യത്തിന്റെ പാർട്ടാണ് എന്നറിഞ്ഞ്, സർവ്വതിലും ആ ചൈതന്യം നിലനിൽക്കുന്നു എന്നറിഞ്ഞ് ആ ചൈതന്യത്തെ മനസ്സിൽ നല്ലവണ്ണം കുടിയിരുത്തി കർമ്മം ചെയ്യുക. ഞാനപ്പോൾ എൻ്റെ സബോർഡിനേറ്റിനോട് പെരുമാറുമ്പോഴും, സൂപ്പർവൈസറോട് പെരുമാറുമ്പോഴും, ഒപ്പമുള്ളവരോട് പെരുമാറുമ്പോഴും, എൻ്റെ വീട്ടിലെ സർവൻറ്റിനോട് പെരുമാറുമ്പോഴും, എൻ്റെ ഭാര്യയോട് മക്കളോട് പെരുമാറുമ്പോഴും ബിഹേവിയറൽ പാറ്റേൺ അത്
അവൻ ഡിവൈൻ പവറിൻ്റെ മാനിഫെസ്റ്റേഷനാണ്, അവനും ഈശ്വര ചൈതന്യത്തിൻ്റെ പ്രതിഫലനമാണ് എന്നറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുക. യതഃ പ്രവൃത്തിർ ഭൂതാനാം യേന സർവമിദം തതം, ഭൂതാനാം യേന സർവമിദം തതം, സർവചരാചരങ്ങളും സർവമിദം തതം സർവചൈതന്യത്താൽ നിലനിൽക്കുന്നു ഇവയെല്ലാം എന്ന് അറിഞ്ഞ് യതഃ പ്രവൃത്തിർ സ്വകർമ്മണ, സ്വന്തം കർമ്മത്തിൽ പ്രവൃത്തി ചെയ്യുന്നവൻ ചെയ്യുമ്പോൾ ഇങ്ങനെ തമഭ്യർച്ച്യ, ആ ചൈതന്യത്തെ, സർവചരാചരത്തിലും നിലനിൽക്കുന്ന ആ ചൈതന്യത്തെ അർച്ചനാഭാവത്തോടുകൂടി അറിഞ്ഞ് പ്രവർത്തിക്കുമ്പോൾ സിദ്ധിം വിന്ദതി മാനവ. ഒരു അധ്യാപകൻ ക്ലാസ് എടുക്കുമ്പോൾ ഈ വിദ്യാർത്ഥികളൊക്കെ എൻ്റെ മക്കൾ തന്നെയാണെന്ന് പറഞ്ഞിട്ട് ക്ലാസ് എടുത്താൽ എങ്ങനെ ഇരിക്കും അല്ലേ? ഒരിക്കൽ ഞാൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രവാങ്കൂർ, അന്ന് SBT ആയിരുന്നു, ട്രഷറി ബ്രാഞ്ച്, അവിടേക്ക് പോയിരുന്നു. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൻ്റെ അടുത്താണ്. എനിക്ക് കേന്ദ്ര ഗവൺമെൻറ് 13 ലക്ഷം രൂപയുടെ ഒരു ആയുർവേദ പ്രോജക്റ്റ് തന്നു. അപ്പം അതിൻ്റെ ഒരു 5 ലക്ഷം രൂപ എനിക്ക് ചെക്ക് കിട്ടണം. ഞാൻ അവിടെ നിന്ന് ഒരു 12 മണിക്ക് ഞാൻ പോയി. മാർച്ച് 31 ലാസ്റ്റ് ഡേ ആണ് ഫിനാൻഷ്യൽ ഇയർ. അപ്പോൾ അത് മേടിച്ചുകൊണ്ടേ വരാൻ പാടുള്ളൂ. അപ്പോൾ ഒരാൾ അവിടെ ഇരുന്നുകൊണ്ട് ചെക്ക് എഴുതുന്നുണ്ട്. അയാളുടെ മുമ്പിൽ ഒരു കപ്പ് ചായ വെച്ചിട്ടുണ്ട്. അതാണെങ്കിൽ തണുത്ത് പാട കെട്ടി അയാൾ കുടിക്കണമില്ല, അയാൾ മുകളിലുള്ളവരെ നോക്കുന്നില്ല. അപ്പം ഞാൻ ഇയാൾ എന്നെ ചീത്ത പറയുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാനൊരു കമൻറ്റ് പറഞ്ഞു. ഇതുമാതിരി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യത്തെ പത്മശ്രീ നിങ്ങൾക്ക് തന്നെ കിട്ടും എന്ന് ഞാൻ പറഞ്ഞു. വെറുതെ പറഞ്ഞത് ആവശ്യമില്ലായിരുന്നു. വെറുതെ എൻ്റെ നാവില് അപശകുനം മാതിരി അപ്പോൾ വന്നു. പക്ഷേ അങ്ങനെ ഞാൻ പറഞ്ഞതുകൊണ്ട് ഇന്ന് നിങ്ങളോട് എനിക്ക് പറയാവുന്നൊരു എക്സാമ്പിൾ കിട്ടിയെന്നുള്ളതിൽ എനിക്ക് സന്തോഷമുണ്ട്. ആ മനുഷ്യൻ എന്നെ മുഖം നോക്കാതെ പറഞ്ഞെന്തറിയാമോ? പല മനുഷ്യരും ഭാര്യയുടെ കെട്ടുതാലി പണയം വെച്ചിട്ടാ സാറേ ഗവൺമെന്റ് കോൺട്രാക്ട് എടുത്തിരിക്കുന്നത്. ഇന്ന് മാർച്ച് 31, ഇന്ന് 12 മണിക്കുള്ളിൽ ബാങ്കിൽ അവർ ഈ ചെക്ക് പ്രസന്റ് ചെയ്തില്ലെങ്കിൽ അവർ തൂങ്ങിച്ചാവേണ്ടി വരും. ഞാൻ ചായ കുടിച്ചോ ഇല്ലയോ എന്നുള്ളതൊന്നും അല്ല ഇമ്പോർട്ടൻ്റ്, അവർ തൂങ്ങിച്ചാവേണ്ടി വരും ഞാൻ ഈ ചെക്ക് കൊടുത്തില്ലെങ്കിൽ. അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. പക്ഷെ ആ മനുഷ്യൻ്റെ വരി ഇപ്പോഴും എൻ്റെ നെഞ്ചത്തുണ്ട്. സംഭവിച്ചിട്ട് കാലം കുറയാണെങ്കിലും യഥപ്രവൃത്തിർ ഭൂതാനാം യേന സർവവിധം, സർവ കോൺട്രാക്ടർമാർക്കും അവരെന്തൊക്കെ നമ്മൾ അവരെ കുറ്റം പറഞ്ഞാലും അവരിൽ നിന്ന് കമ്മീഷനും അടിച്ചു മാറ്റിയും പിരിവും നടത്തി സിമന്റും കമ്പിയും ഇടാതെ പാലാരിവട്ടത്തെ കോൺട്രാക്ട് ചെയ്യിച്ചത് ആ ഇബ്രാഹിം കുട്ടിയും ജില്ലാ കളക്ടറും, രണ്ടും ഒരേ മതത്തിലെ ആൾക്കാരാണ്. ഒരേ മതം ഒരുമിച്ച് തന്നെ പിടിച്ചു പറിച്ചതാണ്. അതുകൊണ്ട് നമുക്ക് ഉള്ളിലേക്ക് ഇറങ്ങിച്ചേരുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ കോൺട്രാക്ടർമാർ ഈ കോൺട്രാക്റ്റിന് എത്ര പേർക്ക് കൈക്കൂലി കൊടുത്തിട്ടാണ് അത് തീർക്കുന്നത്. അത് പലപ്പോഴും വർക്ക് ചെയ്തിട്ട് വർഷങ്ങളോളം കഴിഞ്ഞിട്ടാണ് ഇത് കിട്ടുന്നത്. അവരിലെല്ലാം ഇരിക്കുന്ന ചൈതന്യം ഈശ്വര ചൈതന്യമാണെന്നും അവർക്കും ജീവിക്കണം എന്നുള്ള ബോധത്തോടുകൂടി ആ SBTയിലെ ആ ക്ലർക്ക്, ചെക്ക് എഴുതിയ ക്ലർക്ക് സ്വകർമ്മണാതമഭ്യർച്ച, അവരുടെ വേദനകൾ അറിഞ്ഞുകൊണ്ടാണ് ഇയാൾ സ്വന്തം കർമ്മം ചെയ്തത്. സിദ്ധിം വിന്ദതി മാനവ, അയാൾ നല്ല സിദ്ധി ഉള്ളവനായിത്തീരും. എനിക്ക് വളരെ സന്തോഷം തോന്നി. അയാളെ പിന്നീട് കാണാനും സാധിച്ചിട്ടില്ല. അയാൾ ആരെയും ബോധർ ചെയ്യുകയും ചെയ്തിട്ടില്ല. അയാൾ തന്നെ ചെയ്തു. ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അയാൾ ഊണ് കഴിച്ചിട്ടേ ഇല്ല. അന്ന് ഊണ് കഴിച്ചിട്ടേ ഇല്ല. എനിക്ക് നല്ലോണം അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ മറ്റുള്ളവൻ്റെ വേദന തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുന്ന വ്യക്തികളാണ് അവരുടെ പ്രവൃത്തിയിലൂടെ സിദ്ധന്മാരായി തീരുന്നത്. അത് ഭസ്മം ഉണ്ടാക്കലോ മോതിരം ഉണ്ടാക്കലോ അങ്ങനെയുള്ള സിദ്ധിയൊന്നും അല്ല ഞാൻ പറയുന്നത്. അവരുടെ ജീവിതത്തിൽ കഴിവും എഫിഷ്യൻസിയും എഫക്റ്റീവ്നെസ്സും ഉള്ളവരെ എന്നർത്ഥത്തിൽ ഞാൻ പറഞ്ഞുള്ളൂ. 47 ശ്രേയാൻ സ്വധർമ്മോ വിഗുണഃ. ഓരോരുത്തർക്കും ഓരോ ധർമ്മമുണ്ട്. ചിലർക്ക് അത് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. ദുബായിൽ ചെന്ന് വർക്ക് ചെയ്യുന്ന വ്യക്തിയോട് ചിലപ്പോൾ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് മുകളിൽ സൂപ്പർവൈസ് ചെയ്യാൻ പറയും. 52-55 ഡിഗ്രി സെൻറ്റിഗ്രേഡാണ്. 55 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ഇരുന്ന് സൂപ്പർവൈസ് ചെയ്യുമ്പോഴത്തേക്ക് അയാൾ പൊരിയുന്നുണ്ടാവും. പക്ഷെ ആ ദൗത്യമാണ് ഏൽപ്പിച്ചിരിക്കുന്നതെങ്കിലും നിൽക്കാതിരിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ പിന്നെ അത് വേണ്ടാന്ന് വെച്ചിട്ട് തിരിച്ചു വരണം. അതുകൊണ്ടാണ് ശ്രേയാൻ സ്വധർമ്മ. അവിടെ ഒരു എഞ്ചിനീയർ ചെയ്യേണ്ട വർക്കാണ്. അല്ലെങ്കിൽ നാട്ടിലേക്ക് വന്നിട്ട് ജീവിക്കാം. എനിക്ക് അത് പറ്റില്ല. ഒരു അറേബ്യൻ കഥയോ എന്തോ പറഞ്ഞിട്ട് ഒരു ശ്രീനിവാസന്റെ ഒരു സിനിമയോ ഉണ്ട്. അവിടെ പോയിട്ട് മുദ്രാവാക്യം വിളിക്കാനൊന്നും പറ്റില്ല. അവർ കൊല വിളിച്ച് കെട്ടി തൂക്കി സദ്ദാം ഹുസൈനെ പോലെ കുഴിച്ചിട്ട് കമ്പോസ്റ്റ് വളമാക്കും. അപ്പം അവിടെ ഇതൊന്നും നടക്കില്ല. അപ്പോൾ ഒന്നിലേക്ക് അങ്ങോട്ട് പോകാതിരിക്കാം, അല്ലെങ്കിൽ ഒരു ജോലി ഏറ്റെടുക്കാതിരിക്കാം.
അപ്പോയിൻറ്റ്മെൻറ്റ് നിങ്ങൾക്ക് വേണ്ട എന്ന് തീരുമാനിച്ചാൽ ഡിസപ്പോയിൻറ്റ്മെൻറ്റ് ഉണ്ടാവില്ല. അപ്പോയിൻറ്റ്മെൻറ്റ് വേണ്ട എന്ന് തീരുമാനിച്ചാൽ ഡിസപ്പോയിൻറ്റ്മെൻറ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് ശ്രേയാൻ സ്വധർമ്മോ വിഗുണഃ, എന്തെല്ലാം പ്രശ്നമുണ്ടെങ്കിലും ഏറ്റെടുത്ത ദൗത്യം, സ്വധർമ്മമായിട്ട് ഏറ്റെടുത്ത ദൗത്യം അത് ചെയ്യാതിരിക്കാൻ പറ്റില്ല. പരധർമ്മ സ്വനുഷ്ഠിത. ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് മുറിക്കകത്ത് എ സിയിലിരിക്കുന്നു എന്ന് പറഞ്ഞ് ഈ കോൺക്രീറ്റിന് സൂപ്പർവൈസ് ചെയ്യുന്ന ആള് ഈ എ സിയിൽ വന്നിരിക്കാൻ പറ്റില്ല. അയാൾ എ സിയിൽ വന്ന് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഇരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇരുന്നാൽ ഒന്നില്ലെങ്കിൽ അയാളുടെ ജോലി പോവും, അല്ലെങ്കിൽ അയാളെ പുറത്താക്കും, അല്ലെങ്കിൽ അയാളെ ഇങ്ങോട്ടേക്ക് തിരിച്ചയക്കും. അപ്പോൾ ശ്രേയാൻ സ്വധർമ്മോ വിഗുണഃ പരധർമ്മ സ്വനുഷ്ഠിത. സ്വഭാവനിയതം കർമ്മ കുർവന്നാപ്നോതി കിൽബിഷം. സ്വഭാവനിയതം, ഇതിന് രണ്ടർത്ഥം ഉണ്ട് കേട്ടോ. സ്വതസിദ്ധമായ ഭാവത്തിലൂടെ ഏറ്റെടുത്തിരിക്കുന്ന ആ കർമ്മം കുർവന്നാപ്നോതി കിൽബിഷം. മൈക്കൽ ഏഞ്ചലോ ആണെന്ന് തോന്നുന്നു, അല്ല വേറെ ഏതോ ഒരു വലിയ ചിത്രകാരൻ. മൈക്കൽ ഏഞ്ചലോ ആണോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, നിങ്ങൾക്കറിയാമെങ്കിൽ ആ പേര് എഴുതുക. ലിയണോർഡോ ഡാ വിൻസി ആണോ എന്നുള്ളത് പറഞ്ഞുകൂടാ എനിക്ക്. അങ്ങേരിങ്ങനെ മാർക്കറ്റിലൂടെ നടക്കുമ്പോൾ ഒരു സ്ത്രീ വന്നിട്ട്, പെട്ടെന്ന് ഒരു സ്ത്രീ വന്നിട്ട് അവരുടെ കയ്യിലുള്ള ഒരു പേപ്പർ എടുത്തിട്ട് എന്തെങ്കിലും ഒന്ന് വരച്ചു തരാൻ പറഞ്ഞു. അയാൾ ആ പേപ്പറിൽ അയാളത് താറാവിനെയോ എന്തിനെയോ വരച്ചു, അവർക്ക് കൊടുത്തു. $30 എന്ന് പറഞ്ഞു. അപ്പം ആ സ്ത്രീ പറഞ്ഞു, ഇങ്ങനെ ഒരു 2-3 വര വരയ്ക്കുന്നതിന് $30, ഇത് എവിടത്തെ കാര്യമാണ്? അപ്പം പറഞ്ഞു, ഇങ്ങനെ 2-3 വര കൊണ്ട് ഇങ്ങനെ ഒരു രൂപം വരുത്താൻ ഞാൻ കഴിഞ്ഞ 70 വർഷമായിട്ട് ശ്രമിച്ചിട്ടാണ് എനിക്കിത് സാധിച്ചത്. 3-ാമത്തെ വയസ്സ് മുതൽക്ക് ഞാൻ ശ്രമിച്ചിട്ടാണ് ഇങ്ങനെ 2-3 വര കൊണ്ട് ഇങ്ങനെയുള്ള ഒരു രൂപത്തെ ആക്കിയത്. നിങ്ങൾ വരച്ച് നോക്കിയേ, ആവോ നോക്കിയേ. അപ്പം ഈ 70 വർഷത്തെ എൻ്റെ ട്രെയിനിങ് ആണ് ഈ നിങ്ങൾക്ക് ഒരു മിനിറ്റ് കൊണ്ട് ഞാൻ വരച്ചു തന്നതാണ്. അപ്പോൾ അവിടെ ആ ട്രെയിനിങ് ആണ് അവരെ സിദ്ധനാക്കിയത്, സിദ്ധി അവർക്കുണ്ടാക്കിയത്. അപ്പോൾ സ്വഭാവനിയതം കർമ്മ. ആ മൈക്കൽ ഏഞ്ചലോ അല്ലെങ്കിൽ ലിയനാർഡോ ഡാ വിൻസി അവരുടെ സ്വതസിദ്ധമായിട്ടുള്ള ഭാവമാണ് അവരുടേതായിട്ടുള്ള ഈ പെയിന്റിങ്. ഇനി വേറൊന്നും കൂടിയുണ്ട്. SP ബാലസുബ്രഹ്മണ്യത്തോട് നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. SP ബാലസുബ്രഹ്മണ്യത്തോട് ബാലമുരളീകൃഷ്ണയല്ല ശങ്കരാഭരണത്തിലെ പാട്ട് പാടുന്നത്, നിങ്ങൾ പാടണമെന്ന് പറഞ്ഞപ്പോൾ തൊഴുതുകൊണ്ട് അയാൾ പറഞ്ഞു, ഞാൻ സംഗീതം പഠിച്ചിട്ടില്ല, അതുകൊണ്ട് കുറവ് ധാരാളം ഉണ്ടാവും. ബാലമുരളീകൃഷ്ണയുടെ 7 അയൽവക്കത്ത് വരാനുള്ള കപ്പാസിറ്റി എനിക്കില്ല. അപ്പം അതിൻ്റെ ഡയറക്ടർ ശിവദാസും കൂട്ടത്തിലുള്ളവരും പറഞ്ഞെന്താ അറിയാം, അങ്ങ് പഠിച്ചിട്ടുണ്ടെങ്കിൽ വിരോധമില്ല, പഠിച്ചിട്ടില്ലെങ്കിൽ വിരോധമില്ല, അങ്ങ് മതി. ഒരു പക്ഷേ ആ എളിമ, ലാളിത്യം, അതാണ് ഈ ഏൽപ്പിച്ച ദൗത്യം അസലായിട്ട് നിർവഹിച്ചു ശങ്കരാഭരണത്തിലൂടെ. ശങ്കരാഭരണം സിനിമയേക്കാളേറെ നമ്മുടെ ഹൃദയത്തെ പിടിച്ച് ത്രസിപ്പിച്ചതാണ് പാട്ടുകൾ, അതല്ലേ? അത് നമ്മൾ എത്രയാണ് നമ്മുടെ മുമ്പിൽ കമ്പാരിസൺ ഉള്ളത്. അതുകൊണ്ട് സ്വഭാവനിയതം കർമ്മ, ആ പാട്ട് പാടുക എന്നുള്ളത് അയാളുടെ സ്വതസിദ്ധമായിട്ടുള്ള കഴിവിൽ നിന്ന് വന്നിരിക്കുന്നതാണ്. അയാൾ പഠിച്ചിട്ടില്ല എന്ന് പറയുകയും ചെയ്തല്ലോ, ഞാൻ പഠിച്ചിട്ടില്ല, സംഗീതം ഞാൻ പഠിച്ചിട്ടില്ല എന്ന് പറയുകയും ചെയ്തു. ഇപ്പം സ്വതസിദ്ധമായ ഭാവം. മൈക്കൽ ഏഞ്ചലോയും മറ്റേ വിൻസിയും അവർ പഠിച്ചവരല്ല, പുറത്തുനിന്ന് പഠിച്ചവരല്ല, അവർ ആരും അഭിനയിക്കാൻ പോലും പഠിച്ചിട്ടുള്ളവരല്ല, അല്ലെങ്കിൽ വരയ്ക്കാൻ പഠിച്ചിട്ടുള്ളവരല്ല, അല്ലെങ്കിൽ പാടാൻ പഠിച്ചിട്ടുള്ളവരല്ല. പക്ഷെ ചിത്ര അങ്ങനെയല്ല. ചിത്ര പഠിക്കുക MA ആയിട്ട് MA തിരുവനന്തപുരത്തെ മഹാറാണി കോളേജിൽ പഠിച്ചവരാണ്. അപ്പം നമ്മൾ ഇതെല്ലാം മനസ്സിലാക്കുന്ന എന്തിനറിയാമോ? ഭഗവത്ഗീതയിലെ ചില വരികൾ നോക്കാം. സ്വഭാവനിയതം കർമ്മ, സ്വതസിദ്ധമായ ഭാവത്തിലൂടെ മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ ചെയ്യുന്ന കർമ്മം പരമാപ്നോതി കുർവന്നാപ്നോതി കിൽബിഷം. അയാൾ ആ ഒരു കർമ്മത്തിലൂടെ മുമ്പോട്ട് പോയാൽ അയാൾക്ക് ഒരു പാപവും വരില്ല. അപ്പം ക്ഷത്രിയൻ ജനിച്ചു വളരുന്നത് രാഷ്ട്രത്തെ സംരക്ഷിക്കാനാണ്. അത് യുദ്ധത്തിലൂടെയാണ് ക്ഷത്രിയൻ ക്ഷിതിത്രാണം ചെയ്യേണ്ടത്. അപ്പം അയാൾക്ക് പാപം ഉണ്ടാവില്ല എന്ന് പറയാൻ ഇൻഡയറക്റ്റിലൂടെ കൃഷ്ണൻ വരികയാണ്. ഈ അർജുനന്റെ സ്വതസിദ്ധമായ ഭാവമാണല്ലോ ജീവിതം മുഴുവനും ശസ്ത്രവും ശാസ്ത്രവും പഠിച്ച് രാഷ്ട്രത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ജീവിതം ഒഴിഞ്ഞു വെച്ച് യുദ്ധഭൂമിയിൽ മരിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം എന്ന് പറഞ്ഞാണ് അവരെ പഠിപ്പിക്കുന്നത് തന്നെ, പറയുന്നതും അത് തന്നെയാണ്. അതുകൊണ്ട് അവർക്ക് പാപം ഉണ്ടാവില്ല എന്ന് ഇൻഡയറക്ട്ലി കൃഷ്ണൻ അർജുനനെ അറിയിക്കുന്നു. 48 എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പറയണേ. 40 സഹജം കർമ്മകൗന്ദേയ സദോഷമഭി നത്യജിത്. എന്തെങ്കിലും ദോഷമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ പോലും സഹജമായ
ജന്മനാൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ആ കർമ്മങ്ങൾ, ജന്മനാൽ കിട്ടിയിരിക്കുന്ന കർമ്മങ്ങളുമുണ്ട്. അത് സഹജം കർമ്മ കൗന്ദേയ. നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം പലപ്പോഴും അച്ഛൻ്റെ ജോലി മക്കൾ ഏറ്റെടുത്തിട്ടുണ്ട്. അച്ഛൻ്റെ ജോലി മക്കൾ ഏറ്റെടുത്ത് കൊല്ലത്ത് ആ ചിന്നക്കടയിൽ പത്മ കേഫുണ്ട്. എൻ്റെ അച്ഛൻ്റെ സഹോദരൻ്റെ മകനാണ്, ബാബുറാവു എന്നാണ് പേര്. ആ അദ്ദേഹം മുതൽക്ക് അദ്ദേഹത്തിൻ്റെ മക്കൾ മുതൽക്ക് അദ്ദേഹത്തിൻ്റെ മക്കൾ വരെ എല്ലാവരും ഹോട്ടൽ ജോലിയാണ്, ഒരു പുതിയ ഹോട്ടലായിട്ടും ബിസിനസ് ജോലിയാണ്. ഒരിക്കൽ ഞാൻ പറഞ്ഞു, വല്യച്ഛന് എത്ര കാലം ഇങ്ങനെ എച്ചിലെടുത്ത് ജീവിക്കും? എച്ചിലല്ലടാ, അത് എച്ചിലെടുത്ത് ജീവിക്കലല്ലടാ, അത് മനുഷ്യന് ഭക്ഷണം കൊടുത്ത് ചെറിയൊരു എമൗണ്ട് ഞാൻ വാങ്ങിക്കുന്നു. മറ്റ് ഹോട്ടലിനേക്കാൾ പകുതി ചാർജ് ഇവിടെ ഉള്ളൂ. അതുകൊണ്ട് ആൾക്കാർ പത്മ കേഫിലേക്ക് വരും. അതുകൊണ്ട് നിന്റെ മുത്തശ്ശൻ്റെ അനുജൻ്റെ മകൻ ഭക്ഷണം കൊടുക്കുന്നതിൽ യജ്ഞത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. എൻ്റെ ജീവിതം മുഴുവൻ ഇതാ, മരണം വരെ ഞാനിത് ചെയ്തുകൊണ്ടിരിക്കും. അതിൽ ഞാൻ പൈസ മേടിക്കുന്നതിൽ പ്രകൃതിക്ക് എതിരുണ്ടെങ്കിൽ, അങ്ങനെ വലിയ വിദ്യാഭ്യാസമുള്ള പാർട്ടിയൊന്നുമല്ല ബാബുറാവു എന്ന് പറഞ്ഞാൽ, എതിരുണ്ടെങ്കിൽ അതിൻ്റെ പ്രായശ്ചിത്തമാണ് ഇവരുടെ ഇച്ചിൽ ഞാൻ എടുക്കുന്നത്. ജോലിക്കാരവിടെ ഉണ്ട്, എന്നാലും ചിലപ്പോൾ ഇദ്ദേഹം എടുക്കും. അപ്പോൾ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ തോന്നുകയാണെങ്കിൽ ഞാൻ അവരുടെ ഇച്ചിലെടുത്ത് ആ പാത്രം കഴുകി വയ്ക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം ഞാനാണ്. നല്ല റിച്ചാണ്, വളരെ റിച്ചാണ്. അന്ധവിശ്വാസത്തിൻ്റെ കൂടാരമാണ് ആ വീട്. അത് കാരണം ഞങ്ങൾ അങ്ങോട്ട് പോവാറേ ഇല്ല. അതുകൊണ്ട് സഹജം കർമ്മ കൗന്ദേയ സദോഷമപി ന ത്യജേത്. എച്ചിലെടുക്കുന്നത് ദോഷകരമാണെന്ന് തോന്നിയിട്ട് ആ പ്രവൃത്തി ഇല്ലാതെ. കാരണം ബൈ ട്രഡീഷൻ ഹോട്ടലുകാരാണ്. അപ്പം പിന്നെ അതിൽ എച്ചിലെടുക്കേണ്ടി വരുന്നു, പാത്രം കഴുകേണ്ടി വരുന്നു, ചിലപ്പോൾ ദോശ ഉണ്ടാക്കേണ്ടി വരുന്നു, ചിലപ്പോൾ സാമ്പാർ ഉണ്ടാക്കേണ്ടി വരുന്നു, ചിലർക്ക് നല്ലോണം കൊടുക്കേണ്ടി വരും, ചിലർക്ക് ഇത്തിരി കുറവ് കൊടുക്കേണ്ടി വരുന്നു. അതിനകത്ത് ചില കുഴപ്പങ്ങളും ദോഷങ്ങളും, ചിലപ്പോൾ ഫൈറ്റിങ്ങും ചിലപ്പോൾ എതിർപ്പും ഒക്കെ ഉണ്ടാവും. അത് ത്യജിക്കാൻ പറ്റില്ല, ചെയ്തേ മതിയാവും. കാരണം ഹോട്ടൽ ബിസിനസ് ആണ്, അപ്പം ചെയ്തേ മതിയാവൂ. സർവാരംഭഹി ദോഷേണ ധൂമേന അഗ്നിദിവാവൃത. ഇന്നലെ ഇതിൻ്റെ അർത്ഥം പറഞ്ഞില്ല, രണ്ടാമത്തെ ഭാഗത്തിൻ്റെ അർത്ഥം പറഞ്ഞില്ല. തീ കത്തിക്കണമെങ്കിൽ തീ ആദ്യമേ കത്തില്ല, കുറച്ച് പുക വരും, അത് നമ്മുടെ മൂക്കിൽ കയറും, നമ്മുടെ കണ്ണിൽ കയറും, നമുക്കെത്താ ചുമ വരും. അവിടെ പുകയും വരും, ഇവിടെ ചുമയും വരും, പിന്നെ കണ്ണിൽ നിന്ന് വെള്ളമൊക്കെ വരും. അതുകൊണ്ട് ധൂമേനാഗ്നിദിവാവൃത. തീ കത്തിക്കാൻ പോകുമ്പോൾ പെട്ടെന്ന് തീ കത്തില്ല, പെട്ടെന്ന് കഷ്ണം വേവില്ല, പെട്ടെന്ന് ചോറ് വെന്ത് കിട്ടില്ല. അതിനു മുമ്പ് തന്നെ ധാരാളം പുക വരും. ആ പുക എന്ന പ്രശ്നം അഭിമുഖീകരിച്ചാലേ തീയ എന്നുള്ളതിലേക്ക് എത്താൻ പറ്റുള്ളൂ. തീയ വേണമെങ്കിൽ ഇനീഷ്യലി പുക വേണം. ആ കമ്പാരിസൺ നോക്കൂ. 51 നൂറ്റാണ്ട് മുമ്പ് കുരുക്ഷേത്രത്തിൽ വെച്ച് പറയുന്ന സർവാരംഭഹി ദോഷേണ. ഏത് കാര്യം തുടങ്ങുകയാണെങ്കിലും ഒരു കുട്ടിയെ വളർത്തണമെങ്കിൽ ഡെലിവറി പെയിൻ വേണ്ടേ? ഡെലിവറി പെയിൻ സഹിച്ചിട്ടല്ലേ ഒരു കുട്ടിയെ വളർത്താൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്നും ഓർമ്മിക്കാനുള്ള നഹിവന്ധ്യ വിജാനാതി ഗുർവീം പ്രസവവേദന വിദ്വാനേവ വിജാനാതി വിദ്വജ്ജന പരിശ്രമം. വിദ്വാൻ ഏവ വിജാനാതി വിദ്വജ്ജന പരിശ്രമം. വിദ്വാൻമാരുടെ പരിശ്രമം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഒരു വിദ്വാനാവണം. വിദ്വാനായാലേ വിദ്വജ്ജന പരിശ്രമം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നഹിവന്ധ്യ വിജാനാതി. പ്രസവിക്കാത്തവൾ ഒരിക്കലും ഗുർവീം പ്രസവവേദന പ്രസവിക്കാത്ത വന്ധ്യ അറിയില്ല, അവർക്ക് അറിയാൻ സാധിക്കില്ല. അതുകൊണ്ട് കൃഷ്ണൻ പറയുന്നു സർവാരംഭഹി ദോഷേണ. ഏത് കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും ശരി, അതിൽ വിമർശനങ്ങൾ ഉണ്ടാവും, എതിർപ്പുകൾ ഉണ്ടാവും, അതിൽ പരാജയം ഉണ്ടാവും, വളരെ സ്ട്രെയിൻ ഉണ്ടാവും. നിങ്ങളൊരു കട തുടങ്ങാൻ ഇറങ്ങി പുറപ്പെട്ട് നോക്കിക്കേ. ആ കട കിട്ടാൻ പകിടി കൊടുക്കണം, ചീത്ത പറയണം, നമ്മളെ പറ്റിക്കാനുള്ളവരുണ്ടാവും. നമുക്ക് എന്തൊക്കെ പരിപാടി അവിടെ ഉണ്ടാവുക ഇല്ലേ? അങ്ങനെയല്ലേ ഉണ്ടാവുക? ശരിക്കും ഒരു 3 ടൺ 4 ടൺ പുസ്തകം തിരുവനന്തപുരത്ത് നിന്ന് നാഷണൽ ഹെറിറ്റേജ് സെൻറ്റർ മഴുവഞ്ചേരിയിലേക്ക് കൊണ്ടുപോയി 320 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞ് രാത്രി 1:30 മണിക്ക് മഴുവഞ്ചേരിയിലെത്തി. ആ ക്യാമ്പസിനുള്ളിൽ കയറി പ്രശാന്തി മണ്ഡപത്തിൻ്റെ മുമ്പിലെത്തി. മഴുവഞ്ചേരി മഹാദേവൻ്റെ മുമ്പിൽ വണ്ടി എത്തിയപ്പോൾ 2 ടയർ പഞ്ചർ. ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് അർദ്ധരാത്രി 1:30 മണിക്ക് തൃശ്ശൂർ മഴുവഞ്ചേരി നമ്മുടെ സെൻറ്ററിൽ എത്തുന്നത് വരെ ഒന്നും പറ്റിയില്ല. പക്ഷെ ആ വണ്ടി പോകുന്നത് കണ്ടപ്പോൾ പേടിയായി. ക്ലച്ച് കരിഞ്ഞ സ്മെല്ല പുറകിൽ മുഴുവനും. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് സന്തോഷമായി. അതായത് സർവാരംഭഹി ദോഷേണ. എല്ലാത്തിനും തുടക്കത്തിൽ കുറേയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലേ? വെൽ ഡൺ ഈസ് ഹാഫ് ബിഗൺ, എന്തോ ഒരു ഹാഫ് ബിഗൺ, വെൽ ഡൺ ഈസ് ഹാഫ് കംപ്ലീറ്റഡ് എന്നോ എന്തൊരു വാക്കുണ്ട്.
സ്റ്റാർട്ടിങ് വിത്ത് എ ബിഗ് ബാങ്, വെൽ ബിഗൺ ഈസ് ഹാഫ് ഡൺ, വെൽ ബിഗൺ ഈസ് ഹാഫ് ഡൺ. നല്ല രീതിയിൽ തുടങ്ങിയാൽ പകുതിയായി എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ആ തുടക്കം എന്ന് പറഞ്ഞാൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. ആരംഭത്തിന് എല്ലാത്തിനും പ്രശ്നമുണ്ട്. എന്തുപോലെ തീ കത്തിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ട കുറേ പുകയുണ്ടാവും. ഗ്യാസ് ഉള്ള കാലത്തല്ല കൃഷ്ണൻ ഇത് പറഞ്ഞത്. ഗ്യാസിന് പുകയില്ല, വലുതായിട്ട് പുകയില്ല. അതുകൊണ്ട് നമ്മൾ ചിരട്ടയും ബാക്കിയുള്ളതൊക്കെ ഉപയോഗിച്ച് തീ കത്തിക്കുന്ന കാലത്താണ് കൃഷ്ണൻ അത് പറഞ്ഞത്. അപ്പോൾ പുകയുണ്ടാവാതിരിക്കില്ല. അടുത്തത് 49. അസക്ത ബുദ്ധിർ സർവത്ര, ബോണ്ടേജ് ഇല്ലാതെ, നമ്മൾ വൈസായിട്ട് ഇന്റലിജൻസിലും ബന്ധനമില്ലാതെ, ജിതാത്മാ വിഗത സ്പൃഹ, സർവത്ര എല്ലായിടത്തിലും ബോണ്ടേജ് ഇല്ലാതെ, ജിതാത്മാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധന്യമായിട്ട് വിജയിക്കുന്ന എന്താ പറയുക, മാനസികാവസ്ഥയോടുകൂടി, വിഗത സ്പൃഹ, അവിടെയും ഒന്നിനോടും ബന്ധനം രണ്ട് രീതിയിലാണ്. അസക്ത ബുദ്ധി, ബുദ്ധിപരമായിട്ടും ബന്ധനമില്ല. വിഗത സ്പൃഹ, കർമ്മപരമായിട്ടും ബന്ധനമില്ലാതെ, നൈഷ്കർമ്മ്യ സിദ്ധിം പരമാം സന്യാസേനാധിഗച്ഛതി, പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുമ്പോഴും കർമാതീതനായ വ്യക്തിയുടെ ഫലവും പ്രതിഫലവും അയാൾക്ക് സന്യാസിയെ പോലെ അയാൾക്ക് ലഭിക്കും. കാരണം എന്താ വെച്ചാൽ അയാൾക്ക് ബന്ധനമില്ല, അയാൾക്ക് ബന്ധനമില്ല, ഒന്നിനോടും ബന്ധനമില്ല. ശരിക്കും നിങ്ങൾക്കറിയാം, നമ്മുടെ ശങ്കരാഭരണത്തിൽ ശങ്കരശാസ്ത്രി ഇങ്ങനെ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ മുമ്പിൽ 2-3 പേര് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം വികാര തീവ്രമായിട്ട് പ്രതികരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹത്തിന് സമൂഹത്തിൽ അത്രയും അധികം ഇമ്പാക്റ്റ് പറ്റാതെ വരുമ്പോൾ പിന്നെ അദ്ദേഹം സിമ്പിളായി ഓർഡിനറി മനുഷ്യനായി മാറി. അതുപോലെ തന്നെ ചിന്തയിൽ ബന്ധനമില്ല, ബുദ്ധിയിൽ ബന്ധനമില്ല, അതുപോലെ തന്നെ പ്രവൃത്തിയിൽ ബന്ധനമില്ല, കർമ്മത്തിൽ ഏത് കർമ്മമാണോ എന്നുള്ളതിൽ ബന്ധനമില്ല. പക്ഷെ അതെല്ലാം വളരെ സിൻസിയറും ഡിവോട്ടഡുമായിട്ട് ചെയ്തുകൊണ്ട് പോകുന്ന വ്യക്തി ഒരു സന്യാസിയെ പോലെ ശ്രേഷ്ഠനായ രീതിയിൽ തന്നെ അയാൾക്ക് ആ അവസ്ഥ പ്രാപിക്കാൻ സാധിക്കും. ഇത് നമ്മൾക്കുള്ളതല്ല, നമുക്ക് ബന്ധനമില്ലാതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ബന്ധനം പ്രശ്നമുണ്ടാകുന്ന ലെവലിലേക്ക് പോകാതിരുന്നാൽ മതി എന്ന് മാത്രമേ ഉള്ളൂ. 50. സിദ്ധിം പ്രാപ്തോ യഥാ ബ്രഹ്മ തദാപ്നോതി നിബോധമേ. എങ്ങനെയാ ഒരാൾ സിദ്ധനാവുക, സിദ്ധി എങ്ങനെയാണ് ഉണ്ടാവുക, ഒരാൾക്ക് സിദ്ധി എപ്രകാരമാണ് ഉണ്ടാവുക എന്നുള്ളത്, ആ ബ്രഹ്മ തദാപ്നോതി, ബ്രഹ്മനിർവാണം എന്ന ലെവലിലേക്ക് എങ്ങനെയാണ് ഒരു വ്യക്തി എത്തുക എന്നുള്ളത് നിബോധമേ, ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ഒരു എന്താ പറയുക, ബ്രഹ്മ സാക്ഷാത്കരിക്കുന്ന അവസ്ഥ, ബ്രഹ്മസാക്ഷാത്കാരം, ബ്രഹ്മാനന്ദം, അതുപോലെ തന്നെ ബ്രഹ്മാനന്ദ പദവിയിലേക്ക് എത്തുകയും ചെയ്യുന്ന ഒരവസ്ഥ. ആ അവസ്ഥ എങ്ങനെയാണ് പ്രാപിക്കുക, സിദ്ധൻ എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളതിനെ കുറിച്ച് സമാസേനൈവ കൗന്ദേയ, വളരെ രത്ന ചുരുക്കമായിട്ട് ഞാൻ പറഞ്ഞുതരാം, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാനൊന്നും നേരെയില്ല. സമാസേനൈവ കൗന്ദേയ നിഷ്ഠ ജ്ഞാനസ്യ യാപര, വളരെ രത്ന ചുരുക്കമായിട്ട് ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് സിദ്ധി ഉണ്ടാവുക. സിദ്ധിം പ്രാപ്ത, സിദ്ധിയെ പ്രാപിക്കുന്നത് എങ്ങനെയാണ്, യഥാ ബ്രഹ്മ തദാപ്നോതി, ബ്രഹ്മാനന്ദത്തിലേക്കും ബ്രഹ്മജ്ഞാനത്തിലേക്കും ബ്രഹ്മ അവസ്ഥയിലേക്കും, ബ്രഹ്മത്തെ റിയലൈസ് ചെയ്യുന്ന അവസ്ഥയിലേക്കും നിബോധമേ, അത് എങ്ങനെ എത്തുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇത് നിങ്ങൾക്കുള്ളതല്ല, നമുക്കുള്ളതല്ല. നമ്മൾ ബ്രഹ്മാവസ്ഥയിലേക്കും പോണില്ല, ബ്രഹ്മജ്ഞാനിയുടെ അവസ്ഥയിലേക്കും പോണില്ല, ബ്രഹ്മാനന്ദത്തിലേക്കും നമ്മൾ പോണില്ല. പിന്നെ എന്തിനാ ഇത് പഠിക്കുന്നത്? ഇങ്ങനെ ഒരു അവസ്ഥയും കൂടി ഉണ്ട് എന്നറിയാൻ, നമ്മുടെ റേഷൻ കാർഡ് ഉപയോഗിച്ച് ജമ്മു കാശ്മീരിൽ പോയാലും നമുക്ക് റേഷൻ കിട്ടും. അതിപ്പോൾ ഞാൻ ജമ്മു കാശ്മീരിൽ പോണില്ലല്ലോ, പിന്നെ എന്നോട് എന്തിനാ താനിതൊക്കെ പറയുന്നത്? ഞാനിപ്പോൾ പാപ്പനംകോട് നിന്നല്ല റേഷൻ വാങ്ങിക്കുന്നത്, ഞാൻ ജമ്മു കാശ്മീരിൽ പോയിട്ട് റേഷൻ വാങ്ങിക്കാൻ പറ്റും ഈ കാർഡ് ഉപയോഗിച്ചെന്ന് പറയേണ്ട കാര്യം എന്തിരിക്കുന്നു? ഇടൂ, താൻ ജമ്മു കാശ്മീരിൽ പോയിട്ട് റേഷൻ വാങ്ങിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. ഈ കഴിഞ്ഞ ഒരു 6 മാസം മുമ്പ് വരെ തൻ്റെ റേഷൻ കടയിൽ നിന്ന് മാത്രമേ തനിക്ക് റേഷൻ വാങ്ങിക്കാൻ പറ്റുള്ളൂ. ഇപ്പം അങ്ങനെയല്ല, ഇന്ത്യയിൽ എവിടെ പോയാലും വാങ്ങിക്കാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അല്ലാണ്ട് താൻ റേഷൻ വാങ്ങിക്കാൻ ജമ്മു കാശ്മീരിൽ പോകണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇത്രയും കാലം ഉള്ളതിൽ നിന്ന് അടിമുടി മാറ്റം ഉണ്ട് എന്നറിയിച്ചു. ഇന്നലെ ഗ്യാസ് ബുക്ക് ചെയ്തപ്പോൾ
ഗ്യാസ് ബുക്ക് ചെയ്യേണ്ട നമ്പർ മാറിയിട്ടുണ്ട്, ഗ്യാസ് ബുക്ക് ചെയ്യേണ്ട രീതി മാറിയിട്ടുണ്ട്, ഒരു OTP നമ്പറും വരും. ഇതൊക്കെ സെക്കൻഡ് കൊണ്ടാണ് അവരത് ചെയ്തത്. അത്ഭുതകരമായ മാറ്റം. ഗ്യാസിന്റെ നമ്പർ മാറി, ഗ്യാസ് ബുക്ക് ചെയ്യേണ്ട നമ്പർ മാറി, OTP എന്ന ഒരു DAPയോ എന്തോ ഒരു നമ്പറും വരും. ഒരു തരത്തിലും തട്ടിപ്പും വെട്ടിപ്പും ചതിയും വഞ്ചനയും പറ്റില്ല. ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നു, കോടിയേരിയുടെ മക്കളൊക്കെ എങ്ങനെയാണ് ഗ്യാസ് ബുക്ക് ചെയ്യുക? നേരെ ചൊവ്വേ ഒന്നും ചെയ്ത് ശീലമില്ലാത്തവർ എങ്ങനെയാണ് ഗ്യാസ് ബുക്ക് ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് വലിയ വിഷമം തോന്നി. എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ മൊബൈൽ ഫോണിൽ എൻ്റെ വീടിൻ്റെ പേരുൾപ്പെടെ എൻ്റെ ഹൈറ്റും വെയിറ്റും ഒഴിച്ച് ബാക്കി എല്ലാം കൂടി ഗ്യാസുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് എനിക്ക് ഇന്നലെ കിട്ടി. ഇന്ന് അതിൻ്റെ 603 രൂപ 40 പൈസയും കിട്ടി. പിന്നെ ആ DAPയോ ഏതൊരു നമ്പർ കിട്ടി. എന്ത് കൂളായിട്ടാണ് ഡിജിറ്റൽ ഇന്ത്യ പോകുന്നത് എന്നാണ് ഞാൻ ചിന്തിച്ചത്. എല്ലാം മാറിക്കഴിഞ്ഞു, ഒന്നും ബന്ധമില്ല. ചില നമ്പറുകളൊക്കെ ഉണ്ട്, INS വിക്രാന്തിൻ്റെ അത്രയും നീളമുള്ള നമ്പറാണ്. എന്നാലും പിന്നെ അവർ അയച്ചത് കൊണ്ട് നമുക്കത് ബുദ്ധിമുട്ട് തോന്നില്ല. അപ്പോൾ ശരിക്ക് ബ്രഹ്മാനന്ദത്തിലേക്ക് നമ്മൾ പോണില്ല, ബ്രഹ്മവൈവർത്തത്തിലേക്ക് പോകുന്നില്ല, ബ്രഹ്മാണ്ടത്തിലേക്ക് നമ്മൾ പോണില്ല, ബ്രഹ്മ സാക്ഷാത്കാരത്തിന് നമ്മൾ പോണില്ല. ഇതൊക്കെ ഉണ്ട് എന്നൊന്ന് അറിയാം. ഐ നോ ദാറ്റ് ഐ ഡോണ്ട് നോ എന്ന് പറയാൻ. ഐ നോ ദാറ്റ് ഐ ഡോണ്ട് നോ. എനിക്ക് അറിഞ്ഞൂടാന്ന് പറയാൻ ആദ്യം എന്താ സംഭവം എന്ന് അറിയണ്ടേ. ഭൂമി ഉരുണ്ടതാണ്, അതെനിക്ക് അറിഞ്ഞൂടാ. ഈ ഭൂമി ഉരുണ്ടതാണെന്ന് ഞാൻ പറയുന്നത് കേൾക്കാൻ പോലും താൻ തയ്യാറില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ തനിക്ക് അറിഞ്ഞൂടാന്ന് പറയാം? താൻ കേൾക്കണ്ടേ ഞാൻ എന്താ പറയുന്നതെന്നുള്ളത്. അത്രയേ ഉള്ളൂ. അതുകൊണ്ട് കൃഷ്ണൻ ഇതുമാതിരി അർജുനനും ബ്രഹ്മാനന്ദത്തിലേക്ക് പോവല്ല, ബ്രഹ്മവൈവർത്തത്തിലേക്കും പോവല്ല, ബ്രഹ്മസാക്ഷാത്കാരത്തിലേക്കും പോവല്ല, അർജുനനും ബ്രഹ്മജ്ഞാനിയാവാൻ പോവല്ല. പക്ഷെ ഇങ്ങനെ ഒരു അവസ്ഥയുണ്ട് അർജുന എന്ന് പറഞ്ഞു കൊടുക്കുന്നത് എന്തിനാണ്? കുരുക്ഷേത്ര ഭൂമിയിൽ നിൽക്കുന്ന അർജുനന് വേണ്ടി മാത്രമല്ല ഭഗവത്ഗീത പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അർജുനന് വേണ്ടി മാത്രമുള്ള ഭഗവത്ഗീതയല്ല ഇത്, ബാക്കി എല്ലാവർക്കുള്ള ഭഗവത്ഗീതയാണ്. അതുകൊണ്ടാണ് ഗീത പാട്ട് സംഗീതമാണ്, ആലപിക്കേണ്ട സംഗീതമാണ്, ഭഗവാന്റെ പാട്ട് എന്ന അർത്ഥത്തിലാണ്. ദ സോങ്സ് ഓഫ് ഭഗവാൻ എന്ന രീതിയിൽ അർത്ഥം വരുന്ന നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ബുദ്ധ്യാ വിശുദ്ധയായുക്തോ ധൃത്യാത്മാനം നിയമ്യ ച ശബ്ദാദീൻ വിഷയാം ത്യക്ത്വാ രാഗദ്വേഷൗ വ്യുധസ്യ ച രാഗദ്വേഷൗ വ്യുധസ്യ ച ബുദ്ധ്യാ ബുദ്ധി കൊണ്ട്, വിശുദ്ധയാ ബുദ്ധ്യ പ്യുവർ വിസ്ഡത്തിലൂടെ, അത് ഹിഡൻ അജണ്ട ഒന്നുമില്ലാത്ത ബുദ്ധി, അതായത് പ്യുവർ വിശുദ്ധയാ ബുദ്ധ്യ യുക്തോ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള യുക്ത വിശുദ്ധ യാ ബുദ്ധിയ ധൃത്യാത്മാനം നിയമ്യ ഉറച്ച ദൃഢനിശ്ചയത്തോടുകൂടി ആത്മാനം ആത്മാവിനെ അല്ല അവനവനെ നിയമ്യ ഗൈഡ് ചെയ്തിട്ട് കൺട്രോൾ ചെയ്തിട്ട്. അവനവനെ എങ്ങനെയാ കൺട്രോൾ ചെയ്യുക? ധൃത്യ നിശ്ചയദാർഢ്യത്തോടുകൂടി യുക്ത അപ്രോപ്രിയേറ്റ് ആയിട്ട് വിശുദ്ധയാ ബുദ്ധിയ പ്യുവറായിട്ടുള്ള ഹിഡൻ ആയിട്ട് ഒന്നുമില്ലാതെ നെഗറ്റീവ് ഇല്ലാത്ത പരിശുദ്ധമായിട്ടുള്ള ബുദ്ധി കൊണ്ട് അവനവനെ കൺട്രോൾ ചെയ്തിട്ട്, വിവേകം കൊണ്ട് അവനവനെ കൺട്രോൾ ചെയ്തിട്ട്, കടക്ക് പുറത്തുനിന്നൊന്നും ഇടയ്ക്ക് പറഞ്ഞേക്കരുത്. അപ്പോൾ വിശുദ്ധയാ ബുദ്ധ്യ യുക്ത വിശുദ്ധയാ ബുദ്ധിയ ധൃത്യ ആത്മാനം നിയമിച്ചിട്ട് കൺട്രോൾ ചെയ്തിട്ട് ഗൈഡ് ചെയ്തിട്ട് ശബ്ദാദീൻ വിഷയാം സ്ഥിത്വ ചെവി കണ്ണ് മൂക്ക് നാക്ക് ശബ്ദം മാത്രമല്ല ആദീൻ, അപ്പോൾ പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളെയും കൺട്രോൾ ചെയ്തിട്ട് രാഗദ്വേഷവും വ്യുധസ്യ ച ബന്ധനവുമില്ല അതുപോലെ തന്നെ വാശിയുമില്ലാത്ത ഒരവസ്ഥയിൽ വേണം ഒരാള് സിദ്ധിയിലേക്ക് പ്രയാണത്തിൻ്റെ ആരംഭത്തിൻ്റെ തുടക്കം, ബിഗിനിങ് ഓഫ് ദി ബിഗിനിങ്, തുടക്കത്തിൻ്റെ ആരംഭത്തിൻ്റെ തുടക്കം. അപ്പൊ സിദ്ധി ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഇറങ്ങി പുറപ്പെട്ടാൽ പറ്റില്ല എന്നുള്ളതിന്റെ അർത്ഥം മനസ്സിലായല്ലോ. അതുകൊണ്ടാണ് ഇത് നമുക്ക് വേണ്ടിയിട്ടുള്ളതല്ല. അപ്പൊ വിശുദ്ധയാ ബുദ്ധി, പരിശുദ്ധമായ ബുദ്ധി കേരളത്തിൽ ജനിച്ച ആർക്കും ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല. കാരണം രാവിലെ മാതൃഭൂമി, മനോരമ, ദേശാഭിമാനി, മംഗളം ഈ പത്രങ്ങൾ വായിച്ചിട്ടല്ലേ നമ്മൾ മുമ്പോട്ട് പോകുന്നത്. പിന്നെ ഏഷ്യാനെറ്റ്, മാതൃഭൂമി, മനോരമ TV ചാനലുമാണ് കാണുന്നത്. പിന്നെ ന്യൂസ് 24 കാണുന്നുണ്ട്. ഇതെല്ലാം കൂടി കണ്ടു കഴിയുമ്പോഴത്തേക്കും വിശുദ്ധയാ ബുദ്ധിയ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഉണ്ടാവില്ല.
അപ്പോൾ യുക്ത അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വിശുദ്ധയാ ഭുക്തിയ അവനവനെ ധൃത്യ ആത്മാനം നിയമ അവനവനെ നല്ലോണം കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. കൺട്രോൾ ചെയ്യുന്നൊരു ചുറ്റുപാടിലല്ല നമ്മൾ വളരുന്നത്. ഇപ്പോൾ കൺട്രോൾ ചെയ്താലും ശരി, ബീഹാറിലെ ഇലക്ഷൻ റിസൾട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ എക്സൈറ്റഡ് ആവും. മറ്റ് സ്ഥലത്തെ ഇലക്ഷൻ റിസൾട്ടൊക്കെ വന്നിട്ടുണ്ട്, എക്സൈറ്റഡ് ആയോ ഡിപ്രസ്ഡ് ആയോ എന്നുള്ളത് ഓരോരുത്തരുടെ തലവിധി അനുസരിച്ചിട്ടിരിക്കുന്നുണ്ട്. ശബ്ദാദീൻ വിഷയ. അപ്പോൾ ആദ്യം പറഞ്ഞിരിക്കുന്ന ഹിഡൻ അജണ്ട ഇല്ലാതെ നല്ല ബുദ്ധി കൊണ്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഒരാൾ നല്ല രീതിയിൽ പ്രവർത്തിക്കണം. എന്നിട്ട് 5 ജ്ഞാനേന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കണം. ഇത് നേരത്തെ പറഞ്ഞിരിക്കുന്നത് തന്നെയാ. ശബ്ദാദീൻ വിഷയാൻ ത്യക്ത്വ, നിയന്ത്രിക്കൽ തന്നെയാണ്. ത്യക്ത്വ ഉപേക്ഷിച്ചിട്ട്, വിഷയങ്ങളെ ഉപേക്ഷിച്ചിട്ട്, ബന്ധനമില്ലാതെ വാശിയില്ലാതെ, രാഗദ്വേഷവും വ്യൂധസ്യ ച, അതും ഒഴിവാക്കിക്കൊണ്ട് വേണം സിദ്ധിയിലേക്ക് പോകാൻ. ഇപ്പൊ മനസ്സിലായോ? സിദ്ധി നമുക്ക് പറ്റിയതല്ല എന്ന്. നമുക്ക് പറ്റിയതല്ല. ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം ഫുള്ളായിട്ട് ജീവിതത്തിൽ പകർത്താനുള്ളതല്ല. ചിലത് നമ്മൾ പകർത്തണം, ചിലത് പകർത്താൻ ശ്രമിക്കണം, ചിലത് പകർത്താൻ ബുദ്ധിമുട്ടാണെന്ന് അറിയണം. പക്ഷെ ഇത് ഹിന്ദു ധർമ്മത്തിന്റെ ഭാഗമാണ്. ഇതൊക്കെ ഇത് ഹിന്ദു ധർമ്മത്തിന്റെ ഭാഗം. ഞാൻ ജീവിതത്തിൽ പകർത്തേണ്ടതല്ല നരേന്ദ്രമോദി പകർത്തേണ്ടത്. നരേന്ദ്രമോദി ജീവിതത്തിൽ പകർത്തേണ്ട കാര്യങ്ങളല്ല ചിദാനന്ദപുരി സ്വാമി പകർത്തേണ്ടത്. ഇവർ രണ്ടുപേരും പകർത്തേണ്ട കാര്യമല്ല ജ്ഞാനാനന്ദ സരസ്വതി പകർത്തിയത്. വ്യത്യാസമുണ്ട്. രാമകൃഷ്ണ ആശ്രമത്തിലെയും മാതാമൃതാനന്ദമയുടെ ആശ്രമത്തിലെയും സന്യാസിമാരും ബ്രഹ്മചാരികളും ബ്രഹ്മചാരിണികളുടെയും ജീവിത ശൈലിയല്ല എൻ്റെ ശൈലി. അമ്മയുടെ ജീവിത ശൈലിയല്ല എൻ്റെ ശൈലി. സായിബാബയുടെ പ്രവർത്തകരുടെ ജീവിത ശൈലി അല്ലല്ലോ എൻ്റെ ശൈലി. എല്ലാവർക്കും ഒരേ ശൈലിയല്ല. ഒരു കാര്യത്തിലുണ്ടാവും. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും വൈകുന്നേരത്തെ ചായയും രാത്രിയിലത്തെ ഭക്ഷണവും ക്വാളിറ്റി വ്യത്യാസപ്പെടുമെങ്കിലും അതൊക്കെ എല്ലാവർക്കും ഉണ്ടെങ്കിലും, അതുകൊണ്ട് ഇപ്പോൾ ഒരാൾ നല്ല ഭംഗിയായിട്ട് എഴുതിയിട്ടുണ്ട്. ചിലർക്ക് റെഡിയാവും, ചിലർക്ക് റെഡിയാവില്ല. എനിക്ക് ഒന്നും റെഡിയാവണില്ല. അതാണ് നമ്മുടെ മുഖ്യമന്ത്രി ഇഷ്ടപ്പെട്ട ഒരു വാക്കാണ്. അവരവരുടെ ലെവലിലുള്ളവർ അവരവരുടെ ലെവലിൽ പറയുമ്പോഴത്തേക്കും വളരെയേറെ ഇഷ്ടപ്പെട്ട ഒരു പാർട്ടിയാണ്. വോട്ട് ബാങ്കിന്റെ അടിസ്ഥാനത്തിലാണ് ആ പയ്യനെ വിളിച്ച് സംസാരിച്ചത്. അപ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കാം? ഭഗവത്ഗീത മുഴുവനും അക്ഷരം പ്രതി ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണ്ട. ഞാൻ അറിഞ്ഞുകൊണ്ട് പറയണം, അത് ശ്രമിച്ചാൽ വിജയിക്കില്ല. നമുക്ക് മാത്രമുള്ളതല്ലല്ലോ അത്. ഈ സമൂഹത്തിൽ ഞാൻ മാത്രമല്ലല്ലോ ഉള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ ചിദാനന്ദപുരി സ്വാമിയുണ്ട്. മാത്രമല്ല തീർത്ഥവാദ പരമ്പരയിൽപ്പെട്ട അനവധി സ്വാമിമാരുണ്ട്. വർക്കല ശിവഗിരി ആശ്രമത്തിൽ നാരായണ ഗുരുദേവന്റെ പരമ്പരയിൽപ്പെട്ട സ്വാമിമാരുണ്ട്. ചിന്മയാമിഷനിലെ സ്വാമിമാരുണ്ട്. അധ്യാത്മാനന്ദ സ്വാമിയുടെയും കൈവല്യാനന്ദ സ്വാമിയുടെയും ലെവലിലല്ല എൻ്റെ ജീവിതം. പക്ഷെ അവരൊക്കെ ഹിന്ദു ധർമ്മത്തിന്റെ ആൾക്കാരല്ലേ? അവർക്കും കൊടുക്കേണ്ടേ? ഗോപാലകൃഷ്ണനും എനിക്ക് ഞാൻ പറയുന്നത് മാത്രം കേൾക്കുന്നവർക്ക് മാത്രമുള്ള ഒരു കൺട്രോളിങ് അല്ലല്ലോ കൊടുക്കേണ്ടത്. അതുകൊണ്ട് ഇതെല്ലാം ഉണ്ട്. സിദ്ധി കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? അതിന്റെ ആരംഭത്തെ കുറിച്ചാണ് പറയുന്നത്. 1000 mile walk starts with the first step. 1000 മൈല് യാത്ര ഒന്നാമത്തെ സ്റ്റെപ്പിലൂടെ ആരംഭിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് സിദ്ധി കിട്ടണമെങ്കിൽ ഇവിടെയാണ് തുടക്കം. അടുത്തത് 52. വിവിക്ത സേവി. ഒറ്റയ്ക്ക് മറ്റുള്ളവരാരും ഇല്ലാത്ത സമയത്ത് ധ്യാനിക്കാനും തപസ് ചെയ്യാനും ഒക്കെ ആദ്യം പഠിക്കണം. നടക്കണ കാര്യമാണോ? നമ്മുടെ കമ്മ്യൂണിസ്റ്റ് സ്വാമി ഒരിക്കൽ പറയേണ്ടായി, ധ്യാനിക്കണമെങ്കിൽ മാർക്കറ്റിന്റെ നടുക്ക് പോയിരുന്ന് ധ്യാനിക്കണമെന്ന്. ഇങ്ങനെ പറഞ്ഞതിന്റെ ഉദ്ദേശം ശരിയാട്ടോ. ചുറ്റുപാടുള്ളതിൽ നിന്ന് നിങ്ങളെ കോൺസെൻട്രേഷൻ ലഭിക്കാൻ ചുറ്റുപാടുകളും കോൺസെൻട്രേഷൻ ഇല്ലാത്തത് വേണം. അതിൽ നിന്ന് കോൺസെൻട്രേഷനിലേക്ക് പോകാൻ നിങ്ങൾക്ക് പറ്റുമോ എന്ന് നോക്കണം. വിവിക്ത സേവി, ആരും ഇല്ലാത്ത ഏകാന്തമായിട്ട് സേവിക്കുക. ലഘ്വാശി, മിനിമം ഭക്ഷണം കഴിക്കുക. കുറെ തിന്നാൻ വേണ്ടിയിട്ട് ജീവിക്കരുത്. ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് ഭക്ഷണം കഴിക്കുക നമുക്ക് പറ്റുന്ന പരിപാടിയല്ല. യഥ വാക്കായ മനസ്സ, യഥ വാക്കായ മനസ്സ, നമ്മുടെ വാക്ക്, നമ്മുടെ ശരീരം, നമ്മുടെ മനസ്സ്, അതിനെ നിയന്ത്രിക്കാവുന്ന ലെവലിലേക്ക് പ്രാക്ടീസ് ചെയ്യുക. ധ്യാന യോഗ പരോനിത്യം ധ്യാനിക്കുക. ധീ പ്ലസ് അയനം ധ്യാനം. വിശുദ്ധത്തിലൂടെ ചിന്താധാരകൾ. യമ നിയമ ആസന പ്രാണായാമ പ്രത്യാഹാര ധാരണ ധ്യാന സമാധി ധ്യാനം. ഇപ്പൊ ബ്രെയിനിലൂടെ സ്റ്റെബിലൈസ്ഡ് ആയിട്ട് മുമ്പോട്ട് പോകല് ധ്യാനം. ഇപ്പൊ ധ്യാന യോഗ പരോ. എത്ര ധ്യാനിക്കാൻ പറ്റും നമുക്ക്? നമ്മൾ പലരും ധ്യാനിക്കാനിരിക്കുന്നത്, ഞാൻ കളിയാക്കുകയല്ല വിമർശിക്കലും അല്ല, നമ്മൾ പലരും ധ്യാനിക്കാനിരിക്കുന്നത് ചുമരിന്റെ അടുത്ത. എന്താ കാരണം? കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഉറക്കം വരും. അപ്പൊ ചുമരിലോട്ട് ചാരിയിരിക്കും.
കാണുന്നവൻ വിചാരിച്ചോട്ടെ ഞാൻ ധ്യാനിക്കുകയാണ് എന്ന്. യഥാർത്ഥത്തിൽ ഞാൻ ഉറങ്ങാണ്. അപ്പം അതൊന്നും തെറ്റോ ശരിയോ എന്നല്ല പറഞ്ഞു. അങ്ങനെയൊന്നും ധ്യാനിക്കാൻ പറ്റില്ല. ആർക്കാ ശരിക്കും ധ്യാനിക്കാൻ പറ്റുക? ആർക്കാ ശരിക്കും ധ്യാനിക്കാൻ അറിയാം? എനിക്കറിഞ്ഞൂടാ എത്ര പേര് ശരിക്കും ധ്യാനിക്കുന്നുണ്ടെന്നുള്ളത് ഇപ്പോഴും എനിക്കറിഞ്ഞൂടാ. ധ്യാനത്തിൻ്റെ അവസ്ഥയിലേക്ക് ബീറ്റ ലെവല് ശരിക്കും 11.3 സൈക്കിൾസ് പെർ സെക്കൻഡ്, അതിൽ നിന്ന് 8.4 സൈക്കിൾസ് പെർ സെക്കൻഡിലേക്ക് വരുമ്പോഴാണ് ആൽഫ ലെവൽ ആവുന്നത്. 8.4 സൈക്കിൾസ് പെർ സെക്കൻഡിൽ നിന്ന് 4.4 സൈക്കിൾസ് പെർ സെക്കൻഡിലേക്ക് വരുമ്പോൾ ഡെൽറ്റ ലെവല്, അതിലും താഴുമ്പോഴാണ് തീറ്റ ലെവലിലുള്ള ബ്രെയിൻ വേവ്സ് സൈക്കിൾസ് പെർ സെക്കൻഡ് വരുന്നത്. ആ ലെവലിലേക്കൊക്കെ വരുന്നവരാരെങ്കിലും ഉണ്ടോ നമ്മുടെ സമൂഹത്തിൽ? കേരളത്തിലുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. അമ്മ മാതാ അമൃതാനന്ദമയി ഒരു പക്ഷേ ഉണ്ടാവും. അവരുടെ ഉള്ള ബ്രഹ്മചാരികളും ആ ലെവലിലൊന്നും വരുന്നത് എനിക്ക് തോന്നണില്ല. എനിക്ക് എൻ്റെ തോന്നലും സർട്ടിഫിക്കറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അങ്ങനെ ഇല്ല എന്ന് ഞാൻ പറയാൻ കാരണം ബുദ്ധിമുട്ടാണെന്ന് അറിയിക്കാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അവരൊന്നും ആ ലെവലിൽ എത്താൻ പറ്റിയവരെല്ലാം സർട്ടിഫൈ ചെയ്യാൻ ഞാനാരാ? അതിനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല. ഞാൻ പറയുന്നത് ആ ലെവൽ എത്തുക എന്ന് പറഞ്ഞാൽ ഇമ്പോസിബിളാണ് എന്ന് ഞാൻ പറയണില്ല. വെരി 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 ഡിഫിക്കൽട്ട്. കാരണം അതാണ് ധ്യാനയോഗപരോ നിത്യം. ഇടയ്ക്കിടയ്ക്കൊന്നും ആയാൽ പോരാ. നിത്യം വൈരാഗ്യം സമുപാശ്രിത. വൈരാഗ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബന്ധനമില്ലാത്ത അവസ്ഥ. മലയാളത്തിലെ വൈരാഗ്യമല്ല, ബന്ധനമില്ലാത്ത ഒരവസ്ഥയിലൂടെ കടന്നു പോകണം. വിവിക്ത സേവി ഏകാന്തപതികൻ ഞാൻ. എവിടെ നിന്നെത്തി എന്നറിയില്ല, എവിടേക്കാണ് യാത്ര എന്നറിയില്ല. അങ്ങനെ ഏകാന്തപതികൻ ഞാൻ, അങ്ങനെ ആയിട്ട് ധ്യാനിക്കണം. ലഘ്വാശി, കുറച്ച് ഭക്ഷണം കഴിക്കാം. യഥാ വാക്കായ മനസ്സ് വാക്ക് ശരീരം അതിനെ നിയന്ത്രിക്കാൻ പഠിക്കുക. ധ്യാനയോഗപര, ധ്യാനിക്കാൻ നല്ലോണം മനസ്സിലാക്കുക. നിത്യം, ഇത് ഡെയിലി വേണം. ഒരു ദിവസം കൊണ്ട് ഒന്ന് ഇതാക്കിയാൽ പോരാ. ഇപ്പൊ കണ്ടില്ലേ, ഇപ്പോൾ ഇവിടെ 3-4 മാസമായിട്ട് NIA ഉണ്ട്, ED ഉണ്ട്, ഇൻകം ടാക്സ് ഉണ്ട്. നിത്യവും ചോദ്യം ചെയ്യുന്ന കണ്ടിട്ടില്ലേ? എന്താ ചോദ്യം ചെയ്യുക? പ്രശ്നോപനിഷത്തിൽ പോലും ഇത്ര ചോദ്യം ചെയ്യലൊന്നുമില്ല. ആ ശങ്കർ എന്ന് പറയുന്ന, ശിവശങ്കർ എന്ന് പറയുന്ന ആളെ ചോദ്യം ചെയ്ത് അയാൾക്കിപ്പോൾ മനസ്സിലായി കാണും. അഹം കഹ, ഞാൻ ആരാണ്, അഹം ബ്രഹ്മാസ്മി എന്ന് അയാൾക്ക് മനസ്സിലായി കാണും. വേറൊരു സാധനമുണ്ട്, സ്വപ്നലോകം. അതിനെക്കുറിച്ച് ഇപ്പോൾ കേൾക്കാനേ ഇല്ല. KT ജലീൽ ഇന്ന് അദ്ദേഹം വേറൊരു രീതി പറഞ്ഞിട്ടുണ്ട്. 10,000 ആൾക്കാർ 10,000 ചോദ്യം ചോദിച്ചിട്ട് 10,000 പ്രാവശ്യം എന്നെ ചോദ്യം ചെയ്താലും ഒന്നും കിട്ടില്ല എന്ന്. കാരണം എഴുതിയ തീസീസ് മുഴുവനും ഫ്രോഡായിട്ടുള്ളവനിൽ നിന്ന് എന്ത് കിട്ടാനാ? ഒരു 10-250 കൊട്ടേഷൻ എവിടെ നിന്നോ ഒക്കെ എടുത്ത് MK രാമചന്ദ്രൻ എന്ന് പറഞ്ഞ ശിക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി, MK രാമചന്ദ്രൻ വേറെ ഏതോ രാമചന്ദ്രൻ എന്ന് പറയുന്ന ശിക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ഇയാൾക്ക് PhD കൊടുത്തിരിക്കുന്നത്. ഏതായാലും ഗവർണറുടെ അടുത്ത് അത് മുഴുവനും വിവരിക്കാനായിട്ട്, അത് അന്വേഷിക്കാനായിട്ട് സേവ് യൂണിവേഴ്സിറ്റിയിൽ ആൾക്കാർ ശ്രമിച്ചിട്ടുണ്ട്. ഏതായാലും നല്ലൊരു കാര്യമാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഇവരിങ്ങനെ ചോദ്യം ചെയ്ത് നിത്യം ചോദ്യം ചെയ്യലാണത്. ഇനി അവസാനം പിടിച്ചകത്തിടുന്ന ദിവസം വരും. അപ്പം ഇങ്ങനെ ഓരോരുത്തരെ ട്രാപ്പ് ചെയ്തിട്ട് ഇതൊരു സാധനയാണ് എന്ന് അവർക്ക് തോന്നും, എനിക്കല്ല. പക്ഷെ ഇതിനകത്ത് പെടുന്ന നിത്യം ചോദ്യം ചെയ്യാൻ വരുന്ന പാർട്ടിയെ ഇവിടേക്ക് കയറ്റാതിരിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി ഒരു അടവ് പ്രയോഗിച്ചിട്ടുണ്ട്. അപ്പം കേന്ദ്ര ഗവൺമെൻറ് വലിയ വിക്രാന്തിനകത്തെ ചെറിയ ബോട്ടാണ് കേരളം ഒരു രാജ്യവും ഇന്ത്യ ഒരു സംസ്ഥാനവുമല്ല. കേരളം ഭരിക്കുന്ന പ്രധാനമന്ത്രിയും ഇന്ത്യ ഭരിക്കുന്നത് മുഖ്യമന്ത്രിയല്ല. ഇത് മനസ്സിലാക്കാൻ ഈ 8 ഉപദേശികൾ ഉണ്ടായിട്ട് ഒരു പ്രയോജനവും ഇല്ലാത്ത പാർട്ടിക്ക് എന്തെന്ന് പറഞ്ഞു കൊടുക്കാനാണ്. ഏതായാലും നമുക്ക് നിത്യം ചോദ്യം ചെയ്യപ്പെടലുണ്ട്. ധ്യാനയോഗപരോ നിത്യം വൈരാഗ്യം സമുപാശ്രിത. ബന്ധനമില്ലാതെ നിത്യവും ധ്യാനിക്കാൻ സാധിക്കണം ഒറ്റയ്ക്കിരുന്ന്. അങ്ങനെയാണെങ്കിൽ സിദ്ധി കിട്ടുള്ളൂ. അങ്ങനെ സിദ്ധി ഇതാക്കുന്ന പാർട്ടിയൊന്നും ഇല്ല. അഹങ്കാരം ബലം ദർപ്പം കാമ ക്രോധം പരിഗ്രഹ വിമുച്യ നിർമ്മമഃ ശാന്തോ ബ്രഹ്മഭൂയായ കൽപ്പതേ. ഇതിൽ ഞാൻ അർത്ഥം പറഞ്ഞു തരേണ്ട ഒരു വാക്കും ഇല്ല. അഹങ്കാരം, അഹംഭാവം, ഈഗോ ഇല്ലാത്ത, ബലം, ഈ കടുംപിടുത്തം ഇല്ലാത്ത, ദർപ്പം. ആ ദർപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തണ്ട് എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. തണ്ടോ അഹങ്കാരോ ഏത് വേണമെങ്കിലും. ദർപ്പം, കാമം അത്യാഗ്രഹം, ക്രോധം വാശി, പരിഗ്രഹം ബാക്കിയുള്ളവരുടെ എനിക്ക് വേണമെന്നുള്ള തോന്നല്, വിമുച്യ, ഇതെല്ലാം വേണ്ടെന്ന് വെക്കണം. ഇതൊക്കെ വേണ്ടെന്ന് വെക്കാൻ പറ്റണ കാര്യമാണോ? ഇതൊക്കെ എനിക്കും നിങ്ങൾക്കും വേണ്ടെന്ന് വെക്കാൻ പറ്റുന്ന കാര്യമാണോ? അല്ല. വേണ്ടെന്ന് വെക്കല്ല, കുറയ്ക്കാൻ പറ്റുമെങ്കിൽ ജീവിതത്തെ കുറച്ചുകൂടി ബെറ്റർ ആക്കാം, അത്രേ ഉള്ളൂ.
അപ്പുറത്തുള്ള ആൾ 5 ലക്ഷത്തിൻ്റെ കാറ് വാങ്ങിച്ചു, അപ്പം മിനിമം 7 ലക്ഷത്തിൻ്റെ കാറ് ഞാൻ വാങ്ങിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുമ്പോഴാണ് ഈ പ്രശ്നമൊക്കെ ഉണ്ടാവുന്നത്. അയാൾ അയാളുടെ കാര്യം നോക്കട്ടെ, ഞാൻ എൻ്റെ കാര്യം നോക്കാം. ഞാൻ എന്തിനാ അയാളുടെ കാര്യത്തിൽ കാൽപ്പാടുകൾ പിന്തുടരാൻ പോകുന്നത്? വിമുച്യ നിർമ്മമ ശാന്ത ബ്രഹ്മഭൂയായ കൽപ്പതി. ശാന്തനായിട്ടിരിക്കണം. ഇവിടെ ശാന്തനായിട്ട് ഞാനൊരാളെയും കണ്ടിട്ടില്ല. അരുമന ഹോസ്പിറ്റല് നമ്മുടെ തിരുവനന്തപുരത്ത് പടിഞ്ഞാറേ കോട്ടത്തിൽ അവിടെ അരുമന ഹോസ്പിറ്റലുണ്ട്. അവിടെ ഒരു വേദന സംഹാര ഹോസ്പിറ്റലുണ്ട്. എന്തായാലും എന്തൊരു പ്രത്യേക പേരുണ്ട് അരുമനയിൽ. അവിടെ ഒരു ഡോക്ടർ ബാലകൃഷ്ണൻ സാറുണ്ട്. ബാലകൃഷ്ണൻ എന്നാണ് പേര് തോന്നുന്നത്. അദ്ദേഹത്തിന് സൈലൻ്റ് ആയിട്ടിരിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന് പ്രാവശ്യം പത്മശ്രീ കിട്ടി. അദ്ദേഹത്തിന് പത്മശ്രീ കിട്ടി. വളരെ ശാന്തനായിട്ട്, വളരെ നല്ല ആളായിട്ട്, നല്ലൊരു മനുഷ്യനാണ്. അതിൻ്റെ ഈ വേദന ഇല്ല, വേദനിക്കുന്നവർ അവിടെ ഇരുന്നുകൊണ്ട് കുറേ വേദനിക്കുന്നവർ അവരെയൊക്കെ ആശ്വസിപ്പിക്കാനും അവരെയൊക്കെ ഇതാക്കാനും പാലിയേറ്റീവ് കെയർ സെൻ്ററാണത്. അതാണ് ആ വാക്ക് എനിക്ക് കിട്ടിയില്ല. പാലിയേറ്റീവ് കെയർ സെൻ്ററിൽ വരുന്നത് വളരെ സ്റ്റെബിലൈസ്ഡാണ്, വളരെ സ്റ്റെബിലൈസ്ഡാണ്. അങ്ങനെ സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ളവർ കാര്യമായിട്ട് ഞാൻ ഒന്നും കണ്ടിട്ടില്ല. ഈ തിരുവനന്തപുരത്ത് ഏതാണ്ട് എല്ലാ ഡോക്ടർമാരെയും ന്യൂറോളജിയും ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട ധാരാളം ഡോക്ടർമാരെ കാണാനുള്ള അവസരം കിട്ടി. ഒരാളും ഈ പറഞ്ഞ ക്വാളിറ്റി ഒന്നും അവർക്കില്ല. ഒക്കെ എക്സൈറ്റഡ് ആണ്. ഒരു പ്രത്യേകിച്ച് സ്റ്റെബിലിറ്റി ഒന്നുമില്ല. ഒരു കുറച്ച് സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ളത് SUTയിലെ ഡോക്ടർ അജിത്ത് എന്ന് പറയുന്ന ഒരു ഡോക്ടർ മാത്രം കുറച്ച് സ്റ്റെബിലൈസ്ഡ് ആണ്. അല്ലാതെ ആരും സ്റ്റെബിലൈസ്ഡ് അല്ല. ഈ പറയുന്ന ക്വാളിറ്റി ഒന്നും അഹങ്കാരം, ബലം, ദർപ്പം, കാമം, ക്രോധം, പരിഗ്രഹം, വിമുച്യ നിർമ്മമ ശാന്തോ ബ്രഹ്മഭൂയായ കൽപ്പതി. ഈ ഡോക്ടർമാരെ എന്തിനാ ഇതിനൊക്കെ ഉദാഹരണം എടുത്തിരിക്കുന്ന പറഞ്ഞാൽ, ഈ ന്യൂറോളജി കൈകാര്യം ചെയ്യുന്ന ഡോക്ടർമാർ മനുഷ്യൻ്റെ ദൈവ സൃഷ്ടിയുടെ അവസാനത്തെ പോയിന്റ് കൈകാര്യം ചെയ്യുന്നവരാണ്. അതായത് മനുഷ്യ ശരീരത്തിലുള്ള ഹാർട്ടിനേക്കാൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഒരു സാധനം കൈകാര്യം ചെയ്യുന്നവരാണ് ന്യൂറോളജിസ്റ്റും ന്യൂറോ സർജനും. അപ്പോൾ അവർക്കറിയാം ഒരു ചെറിയ നൂല് മാതിരി പോകുന്നതായിരിക്കും ഈ നെർവസ് സിസ്റ്റം. അതെങ്ങാനും അറിയാതെ കത്രികയ്ക്ക് ഇടയ്ക്ക് വിട്ടുപോയി കഴിഞ്ഞാൽ അയാളുടെ കാലും പാരലൈസ്ഡ് ആവും, കയ്യും പോവും, എല്ലാം പോവും. അപ്പോൾ യഥാർത്ഥത്തിൽ അത്രയും കെയർ എടുത്ത് ചെയ്യേണ്ട വ്യക്തികളിൽ ഒരാൾ കുറച്ച്, പക്ഷെ അദ്ദേഹം ഓപ്പറേറ്റ് ചെയ്തതൊക്കെ ഗ്രാൻഡ് ഫെയിലിയർ ആയിരുന്നു. എൻ്റെ വീട്ടിലെ കാര്യത്തിൽ അഹങ്കാരം, ബലം, ദർപ്പം, കാമം, ക്രോധം, പരിഗ്രഹം, വിമുച്യ നിർമ്മമ ശാന്ത, എൻ്റേത് എന്ന ഭാവം ഇല്ലാതെ ശാന്തനായിട്ട് ബ്രഹ്മഭൂയായ കൽപ്പതി, പരമമായ സത്യത്തെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടാലേ സിദ്ധി കിട്ടുള്ളൂ. ഇപ്പൊ വേണ്ടെന്ന് മനസ്സിലായല്ലോ. ഇത് നമുക്ക് പറഞ്ഞിരിക്കുന്നതല്ല. എന്നാലും 5 ടൺ വിറകിട്ടിട്ട് താനത് കീറണ്ട. എന്നാലും കീറാൻ കുറെ ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയണ്ടേ? അത് കീറുന്ന സമയത്തൊന്ന് വന്ന് നിന്ന് നോക്കും. 3-4 ദിവസം കൊടാലിയും വെച്ചിട്ടുണ്ട് അയാൾ പെടുന്ന പാടെന്താന്ന് മനസ്സിലാക്കണം. നീ കീറണ്ട, പക്ഷെ കീറാനുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് മനസ്സിലാക്കണം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അങ്ങനെ സിദ്ധി കിട്ടുക എന്ന് പറഞ്ഞാൽ, ഒരിക്കൽ എനിക്ക് ഡോക്ടർ ഓഫ് ലിറ്ററേച്ചർ തരാനായിട്ട് ദേശീയ സംസ്കൃത വിദ്യാപീഠത്തിൽ പോയപ്പോൾ ഞങ്ങൾ 2 പേര്, ഒരു മാത്തമാറ്റിക്സ് പ്രൊഫസർ ഞാനും ഒരു മുറിയിലായിരുന്നു. അത് വലിയൊരു പരിപാടിയായിട്ട് സംഘടിച്ച. മാത്തമാറ്റിക്സ് പ്രൊഫസർ കുറച്ച് പാണ്ടൊക്കെ ഉണ്ട്. അയാൾ ജനലിൽ കൂടെ ഇങ്ങനെ പുറത്തേക്ക് നോക്കുകയാണ്. എന്നിട്ട് എന്നോട് വിളിച്ചു, ഡോക്ടർ ഗോപാൽ പ്ലീസ് കം, ഐ ഷാൽ ഷോ യു വൺ ടെക്നിക് എന്ന് പറഞ്ഞു. അയാൾ മഹാരാഷ്ട്രയിൽ നിന്നിട്ട് വന്ന ആളാണ്. അല്ല, പൊക്കം കുറഞ്ഞ ഒരാളാണ്, വളരെ പൊക്കം കുറഞ്ഞ ആരാണ്. നമ്മുടെ നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ബാലൻ എന്ന മന്ത്രിയെ പോലെ ഉണ്ടാവും കണ്ടു കഴിഞ്ഞാൽ. നല്ല മനസ്സാണ് ഇയാളുടെ അല്ല. അപ്പോൾ അയാളിങ്ങനെ നോക്കിയിട്ട് ഇവിടെ നിന്നോട്, നൗ ഐ ഷാൽ ടെൽ വൺ തിങ്, യു ലിസൺ ദാറ്റ് കൗ. ഏതാണ്ട് 1 കിലോമീറ്റർ അകലെ ഒരു പശു ഉണ്ട്. 1 കിലോമീറ്റർ അകലെ ഒരു പശു നിൽക്കുക. നമ്മൾ ജനലിൽ കൂടെ നോക്കി, 4ാമത്തെ നിലയിലാണ് ഞങ്ങൾ തിരുപ്പതിയിൽ ആ പ്രദേശത്ത് താമസിക്കുന്നത്. ആ പശുവിനോട് ഇയാൾ പറയാണ്, ലൈ ഡൗൺ, ലൈ ഡൗൺ, ലൈ ഡൗൺ എന്ന് പറയുന്നുണ്ട്. ആ പശു അവിടെ കിടന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ ഇവിടെ നിന്ന് മെൻ്റൽ ടെലപ്പതിയിലൂടെ പറഞ്ഞത് സബ് കോൺഷ്യസ് മൈൻഡിലൂടെ ആ പശുവിനെ കൊണ്ട് അനുസരിപ്പിക്കാനുള്ള സിദ്ധി എനിക്കുണ്ട്. അത് കഴിഞ്ഞിട്ട് നൗ യു സീ എന്ന് എന്നോട് പറഞ്ഞു, യു സ്റ്റാൻഡ് അപ്പ്, എഴുന്നേക്കാൻ പറഞ്ഞു. അത് എഴുന്നേറ്റു. പിന്നെ നടക്കാൻ പറഞ്ഞു. അത് കുറേ നടന്നു. ഇനി ലൈ ഡൗൺ പറഞ്ഞു. അത് കിടന്നു. അത് പറഞ്ഞു കഴിഞ്ഞിട്ട് അയാൾ എന്നോട് പറഞ്ഞു, മൈ എബിലിറ്റി ഈസ് ഓവർ. ഞാൻ നടത്തിയ സാധനയുടെ ഇന്നത്തെ എബിലിറ്റി കഴിയും. ഇനി ഞാൻ പറഞ്ഞാൽ അത് കേൾക്കില്ല. ആ ഫ്യൂ സെക്കൻഡ് മാത്രമേ നിരന്തരം ട്രെയിനിങ് കൊണ്ട് എനിക്ക് കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. എനിക്ക് അദ്ദേഹം പറഞ്ഞതിൻ്റെ നേരത്തെ ഉള്ളത് മനസ്സിലായില്ല, അപ്പോഴുള്ളത് മനസ്സിലായില്ല, പിന്നീടുള്ളത് മനസ്സിലായില്ല.
അങ്ങനെയും ചിലർക്ക് സിദ്ധി ഉണ്ട് എന്ന് ഞാൻ കണ്ടു. കാരണം അത്രയും ദൂരെ ഇരിക്കുന്ന പശു ഇയാൾ പറയുന്നത് എനിക്ക് മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ, അടുത്ത മുറിക്കാരന് പോലും കേൾക്കാൻ പറ്റില്ല. ആ പശുവിന് കേട്ടാൽ ഈ ഭാഷ അതിന് മനസ്സിലാവുകയില്ല. പക്ഷേ അതനുസരിച്ചു എന്നുള്ളത് ഞാൻ കണ്ടതാണ്. ഇനി അത് വല്ല സിദ്ധിയാണോ അതും എനിക്ക് അറിഞ്ഞൂടാ. ഏതായാലും അഹങ്കാരം, ബലം, ദർപ്പം, കാമം, ക്രോധം, പരിഗ്രഹം അന്യൻ്റെ സാധനങ്ങൾ നമ്മൾ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വിമുച്യ, അതിനൊക്കെ വേണ്ടെന്ന് വെച്ചിട്ട് നിർമ്മമ ശാന്തോ ബ്രഹ്മഭൂയായ കൽപ്പതേ. ഇത് നമ്മുടെ മക്കൾക്കും അത് പറഞ്ഞു കൊടുത്ത് നോക്കുക. നിനക്ക് അഹങ്കാരം ഉണ്ടാവരുത് മോനെ, വേണ്ടാത്ത കാര്യത്തിൽ വാശി പിടിക്കരുത്, കടുംപിടുത്തം പിടിക്കരുത്. അതുപോലെ ദർപ്പം, അവനവനെ പ്രൊജക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള തണ്ട് കാണിക്കാനോ ഇറങ്ങി പുറപ്പെടരുത്. കാമം, അത്യാഗ്രഹം ഉണ്ടാവരുത്. ക്രോധം, വാശി ഉണ്ടാവരുത്. അതുപോലെ തന്നെ പരിഗ്രഹം, മറ്റുള്ളവൻ്റെ വേണമെന്നുള്ള തോന്നലുണ്ടാവരുത്. അതിൽ നിന്നൊക്കെ മാറി നിർമ്മമോ, ഞാൻ എന്ന അഹങ്കാരത്തിൻ്റെ ഭാഗമില്ലാതെ ശാന്തനായിട്ട് ജീവിക്കാൻ പഠിക്കണം. അങ്ങനെ ജീവിക്കാൻ പഠിച്ചിട്ട് സിദ്ധി ഉണ്ടാക്കണം എന്ന് കുട്ടികളോട് പറയാൻ പോവണ്ട. കാരണം അവന് സിദ്ധി ഉണ്ടാക്കേണ്ട ലെവലിലല്ല കുട്ടികൾ ജീവിക്കുന്നത്. പക്ഷെ ഇത് ജീവിതത്തിൽ നന്നായിട്ട് പ്രയോഗിക്കാവുന്നതാണ്. 53. അടുത്തത് 54 നമുക്ക് നിർത്താം. 54 ബ്രഹ്മഭൂത പ്രസന്നാത്മാ ന ശോചതി ന കാക്ഷതി. നേരത്തെ പറഞ്ഞിരിക്കുന്ന വാക്കാണ്. ഇയാൾക്ക് ദുഃഖവും ഇല്ല, ഇയാൾക്ക് സന്തോഷവും ഇല്ല, അയാൾക്ക് ഒരു പ്രതീക്ഷയില്ല, ആഗ്രഹവും ഇല്ല. ന ശോചതി, അത് ദുഃഖിക്കുന്നില്ല. ന കാക്ഷതി, ഒന്നിനോടും ആഗ്രഹമില്ല. പ്രസന്നാത്മ, നല്ല പ്രസന്നമായിട്ട് അയാൾ ജീവിക്കുന്നു. പ്രസന്നാത്മ, വളരെ സന്തോഷത്തോടുകൂടി അയാൾ ജീവിക്കുന്നു. ബ്രഹ്മഭൂത, ബ്രഹ്മചൈതന്യത്തിൽ അന്തർലീനമായിട്ടുള്ള അനുഭൂതിയുടെ തലത്തിലെത്തിയിരിക്കുന്ന വ്യക്തി, നമുക്കത് സാധിക്കില്ല. ആ ബ്രഹ്മചൈതന്യത്തിൻ്റെ അനുഭൂതിയിൽ എത്തിയിരിക്കുന്ന വ്യക്തി പ്രസന്നാത്മ, വളരെ പ്രസന്നമായിട്ടിരിക്കും. ന ശോചതി, വലിയ ദുഃഖമൊന്നുമില്ല. ന കാക്ഷതി, വലിയ പ്രതീക്ഷകളും ആഗ്രഹങ്ങളൊന്നുമില്ല. സമ സർവേഷു ഭൂതേഷു മത് ഭക്തിം ലഭതേ പരാ. സർവേഷു ഭൂതേഷു, സർവചരാചരങ്ങളെയും, സർവേഷു ഭൂതേഷു സമ, എല്ലാ ചരാചരങ്ങളെയും തുല്യമായി കാണാനും, ഞാൻ മത് ഭക്തിം ലഭതേ പര, ഞാൻ പറഞ്ഞ സന്ദേശത്തോട് ഡിവോഷൻ, ഡെഡിക്കേഷൻ, സിൻസിയറിറ്റി, ഞാൻ പറഞ്ഞിരിക്കുന്ന സന്ദേശത്തോട് ഡിവോഷനും ഡെഡിക്കേഷനും സിൻസിയറിറ്റിയും കൊണ്ട് പ്രവർത്തിച്ചാൽ ലഭതേ പരാം, പരമമായ ഒരു സിദ്ധിയുടെ അവസ്ഥയിലേക്ക് എത്താൻ തുടങ്ങാം. ദാറ്റ് ഈസ് ഓൾസോ ഓൺലി ബിഗിനിങ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രസന്നാത്മാ, ശോചതി എന്ന കാംക്ഷതിയൊക്കെ സിംറ്റമാണ്, അത് പ്രൂഫുകളാണ്, അത് എക്സ്പീരിയൻസ് വരുമ്പോഴത്തേക്കും ഉണ്ടാവുന്ന ഒബ്സർവേഷനുകളാണ്. അപ്പോൾ ഈ സിദ്ധി വരാൻ തുടങ്ങുന്ന വ്യക്തി എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കും, സന്തോഷത്തോടുകൂടിയിരിക്കും. ചിരിച്ചുകൊണ്ടിരിക്കുകയല്ല, കുഴപ്പമാണെന്ന് പറയും തലയ്ക്ക്. അപ്പോൾ സന്തോഷത്തോടുകൂടി ഇരിക്കും. വലുതായിട്ട് ദുഃഖിക്കലോ, വലുതായിട്ട് പ്രതീക്ഷിക്കലോ, ആഗ്രഹിക്കലോ, അത് വേണം ഇത് വേണമെന്ന് പറയലോ, അങ്ങനെയൊന്നുമില്ല. ഹൈലി സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള വ്യക്തി, സർവചരാചരങ്ങളിലും ഒരേ ചൈതന്യം തന്നെയാണ് ഉള്ളതെന്നുള്ളതിനെക്കുറിച്ച് ഉത്തമ ബോധമുണ്ടായിരിക്കും. ശ്രീകൃഷ്ണൻ പറഞ്ഞിരിക്കുന്ന വരികൾ, നിർദ്ദേശിച്ചിരിക്കുന്ന വരികളോട് പൂർണ്ണമായിട്ടും ഡിവോഷനും ഡെഡിക്കേഷനും ഉള്ള വ്യക്തിക്ക് ലഭിക്കുന്ന പരാം ലഭതേ, പരമമായ ഒരവസ്ഥയിലേക്കുള്ള യാത്രയ്ക്ക് അവസരം ലഭിക്കുന്നു. അതാണ് കുറച്ചുകൂടി നല്ല വാക്ക്. പരമമായ അവസ്ഥയിലേക്ക് എത്തുന്നു എന്നല്ല. കാരണം ഈ ക്വാളിറ്റി ഉള്ളവരൊക്കെ ധാരാളമുണ്ട്. പക്ഷെ ഇതിനേക്കാൾ എത്രയോ അധികം ക്വാളിറ്റിയാണ് സിദ്ധിയുള്ള മനുഷ്യരെ നമുക്ക് ഇതാക്കുന്നത്. അപ്പോൾ സിദ്ധിയുള്ള മനുഷ്യർ, ഞാൻ ടൊറൻഡോയിൽ ഇരിക്കുമ്പോൾ മാതാ അമൃതാനന്ദമയി അവിടെ ദർശനത്തിന് വന്നിരുന്നു. ആ ഹോട്ടലിൻ്റെ ഉടമസ്ഥൻ എത്രയോ $1000 5 ദിവസത്തേക്ക് ഹോട്ടലിൻ്റെ റെൻ്റ് പറഞ്ഞത്. ഒരു ചെക്ക് കൊടുക്കുകയും ചെയ്തു. പക്ഷേ ഈ അമ്മ ഇങ്ങനെ ഇരുന്ന് ഓരോരുത്തരോടും ഓരോന്നും പറഞ്ഞ് അവർക്ക് പ്രസാദം കൊടുക്കലും അത് ചെയ്യലും ഇത് ചെയ്യലും. ആദ്യത്തെ ദിവസം ഇയാൾ ബോധർ ചെയ്തില്ല, 5 ദിവസമാണ്. രണ്ടാമത്തെ ദിവസം ഇയാളും ഭാര്യയും മക്കളും ഒക്കെ വന്നിട്ട് അവിടെ ഇരുന്നു. ഇയാൾ ഈ ഹോട്ടലിൻ്റെ ഉടമസ്ഥൻ വന്നിരുന്നു. എനിക്ക് നല്ലോണം അറിയാവുന്നതാണ്. ബാബു സഹദേവൻ എന്ന് പറയുന്ന നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ടൊറൻഡോയിലെ പ്രവർത്തകനാണ്, ഇതിൻ്റെ കോർഡിനേറ്റർമാരിൽ ഒരാൾ. അപ്പോൾ അവിടെ ഇരുന്നു. അപ്പം അയാൾ ഇങ്ങനെ വാച്ച് ചെയ്തു. അയാൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഇതെല്ലാം കഴിക്കുന്നുണ്ട്. ഇവിടെ നോക്കി 36 മണിക്കൂർ മാതാ അമൃതാനന്ദമയി ഒരൊറ്റ ഇരിപ്പിലിരുന്നു. അവസാനത്തെ വ്യക്തിക്ക് വരെ ദർശനം നൽകിയിട്ടാണ് അമ്മ എഴുന്നേറ്റ് പോയത്. അത് കണ്ടപ്പോൾ അയാളും അയാളുടെ ഭാര്യയും ഷോക്കടിച്ച മാതിരിയായി. ഷോക്കടിച്ചു. കാരണം 36 മണിക്കൂർ ഒരാൾ ഒരൊറ്റ ഇരിപ്പിരിക്കുക എന്നുള്ളത് അവർക്ക് വിശ്വസിക്കാനേ പറ്റിയില്ല. സംഭവിച്ചത് എന്താ അറിയാമോ? അടുത്ത ദിവസം ഇതേ ക്യൂവിൽ ഇയാൾ നിന്നു.
ക്യൂവിൽ നിന്ന് അമ്മയുടെ അടുത്ത് എത്തിയപ്പോൾ ഇവർ രണ്ടുപേരും കരയാൻ തുടങ്ങി. ഇവർ രണ്ടുപേരും കരയുന്ന കണ്ടപ്പോൾ മക്കൾ കരയാൻ തുടങ്ങി. എന്താ കരയുന്ന ഒരു പിടുത്തമില്ല. അവിടെ ധാരാളം പേര് കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഷിക്കാഗോയിൽ വെച്ച് കണ്ടിട്ടുണ്ട്, മിഷിഗണിൽ വെച്ച് കണ്ടിട്ടുണ്ട്, ഈ ടൊറൻറ്റോയിൽ വെച്ച് ഞാൻ കണ്ടില്ല, കേട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ അമ്മയുടെ അടുത്തേക്ക് വരുമ്പോൾ കുറേ പേര് കരയാറുണ്ട്. അയാൾ അമ്മയുടെ അടുത്ത് വന്നിട്ട് ആ ഹോട്ടലിൻ്റെ 5 ദിവസത്തെ റെൻ്റെന്ന് പറഞ്ഞ് കൊടുത്ത ചെക്ക് അതേപോലെ അമ്മയുടെ മുമ്പിൽ വെച്ചിട്ട്, എനിക്ക് ഒരു പൈസയും വേണ്ട, നിങ്ങൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ എൻ്റെ ഹോട്ടലിൽ തന്നെ വരണം, അത് മതി എനിക്ക്, നിങ്ങൾ ഇവിടെ തന്നെ വരണം, എൻ്റെ ജീവിതത്തിൽ അടിമുടി മാറ്റാണ്. അമ്മ അയാളോട് വളരെ കൂളായിട്ട് പെരുമാറി. എന്ത് സ്റ്റെബിലൈസ്ഡായിട്ടാണ് പെരുമാറി അറിയോ? ആ മക്കളെയൊക്കെ ഇതാക്കിയിട്ട് ഈ മക്കൾ പോകുമ്പോൾ സംഭവിച്ചത്, അവർ വണ്ടി കയറാൻ പോകുമ്പോഴത്തേക്ക് ഞങ്ങൾ ഒന്നുകൂടി അമ്മയെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ആ 2 മക്കളും ഓടി വന്ന് സ്റ്റേജിൽ കയറി അമ്മയുടെ അടുത്ത് വന്നിട്ട് ഒന്നുകൂടി നമസ്കരിച്ചിട്ട് തിരിച്ചു പോയി. ശരിക്കും അവരുടെ ജീവിതത്തിലെ ഇടിവെട്ട് മാറ്റാണ്. ഇടിവെട്ട് മാറ്റം എന്നുള്ളത് പ്രയോഗമൊന്നുമില്ല, ഞാൻ ഉണ്ടാക്കിയതാണ്, അല്ല ആരോ ഉണ്ടാക്കിയതാണ്. ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ സിദ്ധി എന്ന് പറയുന്നത്. ഞാനൊക്കെ ഒരു 1.5 മണിക്കൂർ ലെക്ചർ കൊടുത്താൽ 2 പ്രാവശ്യം ബാത്റൂമിലേക്ക് പോകണം എനിക്ക്. ഇതാണ് വ്യത്യാസം. നമ്മൾക്ക് നമ്മുടെ സിദ്ധിയും നമ്മുടെ കഴിവും നമ്മുടെ എൻഡ്യൂറൻസ് പവറും ഇതൊക്കെ വ്യത്യാസമുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ ഏറ്റവും കുറഞ്ഞത് തള്ളും അഹങ്കാരമെങ്കിലും ഉണ്ടാവില്ലല്ലോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ധന്യമായി 54ാമത്തെ ശ്ലോകം വരെ ഇന്ന് ക്ലാസ് എടുത്തു. വളരെ സന്തോഷമുണ്ട്. ധന്യമായ രീതിയിൽ നിങ്ങളുടെ പ്രാർത്ഥനകളും എല്ലാം. അടുത്ത ഞായറാഴ്ച മിക്കവാറും ക്ലാസ് ഉണ്ടാവില്ല. എനിക്ക് കോവളത്ത് മുക്കുവന്മാരുടെ ഒരു അമ്പലമുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോവാറുണ്ട്. ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് മുക്കുവന്മാരുടെ അമ്പലം, ധീവരസഭയുടെ അമ്പലമാണ്. ഹോട്ടൽ സമുദ്രയുടെ ഓപ്പോസിറ്റ്, നല്ലൊരു അമ്പലമാണ്. വളരെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവുമ്പോൾ പോയിക്കൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല, ഉണ്ടെങ്കിലും ഇടയ്ക്കൊന്ന് പോകാറുണ്ട്, ഇല്ലെങ്കിലും പോകാറുണ്ട്. അപ്പോൾ ഞായറാഴ്ച വിത്ത് ഫാമിലി അങ്ങോട്ട് പോകുന്നത് കൊണ്ട് ഞായറാഴ്ച ക്ലാസ് ഉണ്ടാവില്ല എന്നാണ് തീരുമാനം. പിന്നെ ശനിയാഴ്ച രാവിലെ ആസ് യൂഷ്വൽ നമ്മൾ ഈ പൊങ്കാല ഉണ്ടാവും, ദീപാവലി, മഴുവഞ്ചേരി ദീപാവലി പൊങ്കാല ഉണ്ടാവും. ഇനി എല്ലാവർക്കും വേണ്ടി ബ്രഹ്മാർപ്പണം, ബ്രഹ്മഹവിർ, ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം, ബ്രഹ്മൈവതേന ഗന്ധവ്യം, ബ്രഹ്മകർമ്മസമാധിന, എല്ലാം ബ്രഹ്മാർപ്പണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വളരെ വളരെ സന്തോഷത്തോടുകൂടി നിങ്ങളുടെ പ്രാർത്ഥനകളും നിങ്ങളുടെ വരികളുമെല്ലാം എൻ്റെ കയ്യിലെടുത്തിട്ട് എൻ്റെ ഗുരുവായൂരപ്പൻ്റെയും പൂർണ്ണത്രയീശൻ്റെയും ഭാരതമാതാവിൻ്റെയും ഋഷീശ്വരന്മാരുടെയും പാദങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രണാമം, നമസ്കാരം.